ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ഒരു വട്ടം കൂടിയെന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാ നെല്ലി മരമൊന്നുലുത്തുവാൻ മോഹം. മരമൊന്നുലുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ പൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിനൊന്നു തിന്നുവാൻ മോഹം. സുഖമിഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർ വെള്ളം കോരി കുടിച്ചെന്ത് മധുരമെന്നോതുവാൻ മോഹം. എന്ത് മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. ഒരു വട്ടം കൂടിയ പുഴയുടെ തീരത്ത് വെറുതെ ഇരിക്കുവാൻ മോഹം. വെറുതെ ഇരുന്നൊരു കുയിലിൻ്റെ പാട്ടുകേട്ടെതിർ പാട്ടു പാടുവാൻ മോഹം. എതിർപ്പാട്ടു പാടുവാൻ മോഹം. അതു കേൾക്കെ ഉച്ചത്തിൽ കൂകും കുയിലിൻ്റെ ശ്രുതി പിന്തുടരുവാൻ മോഹം. ഒടുവിൽ പിണങ്ങി പറന്നു പോം പക്ഷിയോട് അരുതേ എന്നോതുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ മോഹം. വെറുതെ ഈ മോഹങ്ങൾ എന്നറിയുമ്പോഴും വെറുതെ മോഹിക്കുവാൻ വെറുതെ മോഹിക്കുവാൻ മോഹം. എല്ലാവർക്കും ഒരുപാട് പഴയ ഓർമ്മകൾ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഈ മുറ്റത്തോടെ നമ്മൾ ഓടിക്കളിച്ച് നടന്നവരാണ്. ആ ഓർമ്മകൾ അയവിറങ്ങിക്കൊണ്ട് ഒരു സുദിനം മുഴുവൻ നമ്മളിവിടെ ചെലവഴിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിന് വേണ്ടി മേരി ജോസഫ് ക്ഷണിക്കുന്നു. നേരായ മാർഗം നീ കാട്ടേണമേ. ഇത്തിരി മുന്നോട്ടു പോകുവാനായെന്റെ ഉൾത്തിരിയൊന്നു കൊളുത്തേണമേ. കാണായവയ്ക്കെല്ലാം പിന്നിൽ പൊരുളായി കാണപ്പെടാതെ ഇരിക്കുവോനെ. ഞാനൊരു മണ്ടരി മാത്രമാണെങ്കിലും നൂനമാവിടുത്തെ സൃഷ്ടിയല്ലോ. ബുദ്ധിയും ശക്തിയും ബുദ്ധിയും നീതാനെ സത്യസ്വരൂപ വിഭോ
മൗനമാവിടുത്തെ സൃഷ്ടിയല്ലോ. ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആദ്യം കേൾക്കുന്ന ആ സ്വരം, അത് മൈക്കിലൂടെ കേൾക്കുന്നത് മേരിയുടേതായിരുന്നു. എന്തായാലും മേരി ആ സ്വരത്തിനൊന്നും ആ സ്വരമാധുരിക്ക് ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ വരും വർഷങ്ങളിലും നമ്മുടെ പരിപാടിക്ക് മേരിയുടെ തന്നെ ഈശ്വരപ്രാർത്ഥന ഉണ്ടാകട്ടെ. അടുത്തതായി നമ്മുടെ ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനും അതുപോലെ തന്നെ ഈ കൂട്ടായ്മയ്ക്ക് ശക്തമായ നേതൃത്വം കൊടുക്കുന്നതിനുമായ ശ്രീ ബിനോദ് എമ്മാനുവലാണ്. അദ്ദേഹം ഈ പരിപാടിക്ക് വേണ്ടി മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് UK നിന്നും പറന്നെത്തിയിരിക്കുന്നത്. ഇപ്പം ബിനോദിനെ ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗത പ്രസംഗത്തിനായി സ്വാഗതം ചെയ്തു. നമസ്കാരം. ഏകദേശം നമ്മുടെ രണ്ടാമത്തെ ഗെറ്റ് ടുഗെദറിൻ്റെ മുഹൂർത്ത വേളയിലൂടെ കടന്നു പോകുകയാണ് നമ്മൾ. അതിനുള്ള ഏകദേശം ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഗെറ്റ് ടുഗെദർ കുറച്ച് കഷ്ടപ്പെട്ടാണെങ്കിലും നമ്മൾ കൂടി ആൾക്കാർ ഇതിലും നമ്പേഴ്സ് ഉണ്ട്. എന്നിരുന്നാൽ പോലും കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത കുറേ മുഖങ്ങളെ ഈ തവണ കാണാനും പരിചയപ്പെടാനും സാധിച്ചു. എല്ലാവരും ഇത് പരിചയപ്പെടാൻ സമയം കിട്ടില്ല കേട്ടോ. ഞാൻ ഇച്ചിരി ലേറ്റായി പോയി വന്നപ്പോൾ. നമ്മുടെ കഴിഞ്ഞ നാളുവഴികളിലൂടെ ഇന്ന് കടന്നു പോവുകയാണെങ്കിൽ ഒരു വലിയ മാറ്റം തന്നെ നമ്മുടെ ഈ ഒരു കൂട്ടായ്മയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. വളരെ ഏകദേശം നമുക്കെല്ലാവർക്കും ഒരുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ കൂട്ടായ്മ വളർന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് എതിരഭിപ്രായം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പല രീതിയിലും നമ്മുടെ കൂട്ടായ്മ മുന്നേറിയിട്ടുണ്ട്, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അതിൽ എടുത്തു പറയത്തക്ക രീതിയിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരു സഹപാഠിക്ക് ഒരു സ്വപ്നതുല്യമായ ഒരു വീട് തീർത്തു കൊടുക്കാൻ സാധിച്ചു. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാം വളരെ അഭിമാനവും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ എൻ്റെ അറിവിൽ ഒരു കുറച്ച് സഹപാഠികളെ നമുക്ക് സാമ്പത്തികമായിട്ട് ഒക്കെ ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളത് തന്നെ നമുക്കൊരു വലിയ കാര്യമായിട്ട് കരുതാം. ഇനിയും നമുക്ക് ഏറെ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് വരും നാളുകളിലും വരും വർഷങ്ങളിലും ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആശംസിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊന്നും സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും ഈ ഒരു മഹനീയ വേളയിൽ ഇങ്ങനെയൊരു സന്തോഷ കൂട്ടായ്മയിലേക്ക് നിങ്ങളുടെ എല്ലാം തിരക്കുകളെല്ലാം മാറ്റിവെച്ച് ഒരു ദിവസം ഇതിനായി നിങ്ങൾ കണ്ടെത്തുകയും ആ സമയം ചെലവഴിക്കുകയും ചെയ്യുന്ന സന്മനസ്സും ഒക്കെ വളരെ കൃതജ്ഞയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ എല്ലാവരെയും ഈ കൂട്ടായ്മയിലേക്ക് നമ്മുടെ സഹപാഠികളായ ഓരോരുത്തരെയും പേര് പറഞ്ഞ് എടുക്കേണ്ട കാര്യമില്ല, എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ എടുത്തു പറയത്തക്ക ഒന്ന് രണ്ട് പേരുകൾ നമ്മൾ ഉണ്ടായിരുന്നു, അവരെത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പ്രത്യേകിച്ച് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ശ്രേഷ്ഠ വൈദികനായ സിബി തല്ലാപ്പള്ളി എത്തുമെന്ന് അറിയിച്ചിരുന്നു, പക്ഷെ പുള്ളി എത്തിയിട്ടില്ല. ഏതായാലും പുള്ളി എത്തുമെന്നുള്ള പ്രതീക്ഷയില്ല. പുള്ളിക്കും സ്വാഗതം അത് അർപ്പിക്കുകയാണ്, പറയുകയാണ്. പിന്നെ പുതുമുഖങ്ങളായ ചില വിൽസൺ, കുറച്ച് പേരൊക്കെ പുതുമുഖങ്ങളായിട്ട് എത്തിയിട്ടുണ്ട്. വളരെ സന്തോഷം അവരെയൊക്കെ കാണാൻ പറ്റിയതിൽ. അപ്പോൾ അവരെയൊക്കെ പ്രത്യേകം ഈ കൂട്ടായ്മയിലേക്ക് ക്ഷണിക്കേണ്ട കാര്യമില്ല. ഏതായാലും ഞങ്ങൾ എല്ലാവരും കൂടെ എല്ലാവരുടെയും പേരിൽ ഈ പുതുമുഖങ്ങളായ വന്നിരിക്കുന്ന ഈ പ്രാവശ്യം ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളുടെ കമ്മിറ്റിക്കാരുണ്ട്. ഇപ്പം എല്ലാവരും പരിചയമുണ്ടെന്നിരിക്കില്ല. കമ്മിറ്റിക്കാരെ ഞാൻ പറയുമ്പോൾ ഒന്ന് എണീറ്റ് നിന്നാൽ എല്ലാവർക്കും ഒന്ന് കാണാം. ബാബു ആണ് നമ്മുടെ പ്രസിഡൻ്റായിട്ട് ഇപ്പം വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഈ കമ്മ്യൂണിറ്റിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ബാബു ജോസഫ്. പിന്നെ നമ്മുടെ സണ്ണി ഇതിൻ്റെ നെടും തൂണായിട്ട് രാവും പകലും പുള്ളി ഇതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ഓരോ നിമിഷവും പുള്ളിയുടെ തലയിൽ ഓടുന്ന ഒരു പ്രത്യേക ഈ കൂട്ടായ്മ നമ്മുടെ ഈ 81 കമ്മ്യൂണിറ്റി, ഇതാണ് പുള്ളിയുടെ തലയിലുള്ള മെയിൻ ഒരു സംഭവം.
ഞാൻ വളരെ അതിശയത്തോടെ പുള്ളിനെ ചിലപ്പോൾ നോക്കി കാണാറുണ്ട് കേട്ടോ. പുള്ളിയുടെ ഈ ഇത്ര ഇനിഷ്യേറ്റീവും ഈ പുള്ളിയുടെ എന്തൂസിയാസവും ഒക്കെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യേണ്ട ഒരു പുള്ളിയുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. എല്ലാവർക്കും ഒന്നും ഉണ്ടാകുന്ന ഒരു ക്വാളിറ്റി അല്ല. അപ്പോൾ അത് കാരണം സണ്ണിയെയും അതുപോലെ ടോമി ജോൺ, ഷാജു ഫ്രാൻസിസ്, ഷാജു ആയിത്തോളം, ഇതിൻ്റെ എല്ലാം പുറകിൽ വളരെ സൈലൻ്റ് ആയിട്ട് കാര്യങ്ങൾ നീക്കുന്ന ഒരു വ്യക്തിയാണ് ഷാജു ആയിത്തോളം. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ പറയുമ്പോൾ എൻ്റെ ഡേറ്റ ശേഖരണം, അത് വേണ്ട രീതിയിൽ ക്രമീകരിക്കുക, ചിട്ടപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പുള്ളി വളരെ കൃത്യതയോടുകൂടി ആത്മാർത്ഥമായിട്ട് നിർവഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാനൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഒരു ബാക്ക് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ വെളിയിൽ നിൽക്കുന്നുള്ളൂ. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയുന്നതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ നെടുന്തൂണായിട്ട് നിൽക്കുന്ന ആൾക്കാരൊക്കെയാണ് ആയിരിക്കുന്നത്. ബാബു, ടോമി, സണ്ണി, ഷാജു. പിന്നെ നമ്മുടെ 2 പേരെ മിസ്സായത് നമ്മുടെ റെജീന കണ്ണൂരിൽ നിന്ന് വരാമെന്ന് പറഞ്ഞെങ്കിലും എന്തോ അസൗകര്യം കാരണം എത്താൻ സാധിച്ചിട്ടില്ല, എത്തില്ല എന്ന് പറഞ്ഞിരുന്നു. പിന്നെ മിനിമോൾ ജോസ്, ഇവരൊക്കെ ഇതിൻ്റെ പുറകിൽ വളരെയേറെ കഷ്ടപ്പെടുന്നവരും ഇതിനു വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കുന്നതാണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് സ്വാഗതം പറയേണ്ട ഒരു വ്യക്തിയാണ്, എടുത്തു പറയേണ്ട നമ്മുടെ കൂട്ടായ്മയിലെ ഒരു വ്യക്തിയാണ് സാബു. സാബുവിനെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. സാബു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിലയിൽ ഒരു ചാനലിൻ്റെ തന്നെ MD ആയി പുള്ളി അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന തിരക്കിൽ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഏത് കാര്യം എപ്പോൾ പറഞ്ഞാലും കൃത്യതയോടുകൂടി അതിൻ്റെ ഫോളോ അപ്പ് ചെയ്യുകയും ആ കാര്യത്തിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. പിന്നെ സാബുവിൻ്റെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പുള്ളിനെ ഒഫീഷ്യലായിട്ടൊന്ന് സ്വാഗതം ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുകയാണ്. കാരണം നമ്മുടെ ഇടയിൽ നിന്ന് ഇത്രയും ഒരു നല്ല ഒരു ഉത്തരവാദിത്തപ്പെട്ട അറിയപ്പെടുന്ന ഒരു ലെവലിലേക്ക് എത്തി നിൽക്കുന്ന അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് സാബുവിൻ്റെ. ഇപ്പം നിങ്ങൾക്ക് കുറച്ച് വർക്കെങ്കിലൊക്കെ അറിയായിരിക്കും, നമ്മുടെ KSRTC അതിൻ്റെ തൊടുപുഴ ബ്രാഞ്ചിലല്ലേ സാബു, നമ്മുടെ അതേ ഓൾക്കാർ അഡ്വൈസറി ബോർഡിലെ ഒരു അംഗം കൂടിയാണ് സാബു. നമുക്കേറെ അഭിമാനിക്കാവുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റിലാണ് സാബു ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ എല്ലാവരെയും അഭിമാനമായ സാബുവിനെ പ്രത്യേകം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ ഒരു ഉപകാരം സാബുവിന് കൊടുക്കുന്നുണ്ട്. ആദര സൂചകമായി, നമ്മുടെ എല്ലാം സ്നേഹത്തിൻ്റെ സൂചകമായി നമ്മൾ ചെറിയ ഉപകാരം സാബുവിനെ ഉപയോഗപ്പെടുത്തിയുള്ള അറിവുകളാൽ മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണമെന്നുകൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പറഞ്ഞു വന്നത് നമ്മുടെ സംഘടന നല്ല രീതിയിൽ പോകുന്നു എന്ന് നമുക്കെല്ലാം ഓരോ നിമിഷം ഒരിക്കൽ കൂടി അഭിമാനിക്കാം. പിന്നെ അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പെട്ടെന്ന് ഒന്നാമത് ഞാൻ വന്ന് നമ്മളിപ്പോൾ ഓപ്പണായിട്ട് പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി ഒഫീഷ്യലായിട്ട്, കാരണം ടീച്ചേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു, വളരെ ഒഫീഷ്യലായിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഈ തവണ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും നോക്കേണ്ട കാര്യങ്ങളില്ല. നമ്മളൊരേ ക്ലാസ്സിൽ ഇരിക്കുന്ന പോലെയാണ്. നമുക്ക് അങ്ങോട്ട് മിണ്ടിപ്പറഞ്ഞോ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് എക്സ്പ്രസ് ചെയ്യുകയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ലാലു കൂടെ ഈ കമ്മിറ്റി അംഗമാണ്, ലാലു ജോൺ. നിങ്ങളെല്ലാവരും അറിയാം. ലാലുവിൻ്റെ പേര് സത്യത്തിൽ ഞാൻ മറന്നുപോയതാണ്, ക്ഷമിക്കണം. അപ്പം ലാലുവിനെയും കൂടെ ഒരു പ്രത്യേക കമ്മിറ്റിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇനി ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ആരെയും വിട്ടുപോയിട്ടുള്ള പീറ്റർ എം പി കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി ആക്റ്റീവായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം പുള്ളിക്ക് പ്രത്യേക ഒരു പള്ളി ശുശ്രൂഷയുടെ സ്ഥാനത്തേക്ക് കിട്ടിയതുകൊണ്ട് പുള്ളി വളരെ തിരക്കിലാണ്. അതുകൊണ്ട് ഇപ്പം അത്ര ആക്റ്റീവായിട്ട് നിങ്ങളാരും കാണുന്നില്ല. നമ്മുടെ സഹപാഠികൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. പേരെന്ന് പറയുകയാണെങ്കിൽ ഒന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പമായിരുന്നു, ഓരോരുത്തരും വന്ന് ചോദിക്കണ്ടല്ലോ. റോസമ്മ തോമസ്. അപ്പം കാരണം നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ടുള്ള അകൽച്ച ഉള്ളതുകൊണ്ട് പലരുടെയും പേരെല്ലാം ഓർത്തു എന്ന് വരികയില്ല. നമ്മുടെ കൂടെ പഠിച്ച സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ അധ്യാപകർ, നമ്മൾ വേർപെട്ട പോയ അധ്യാപകർ സുഹൃത്തുക്കൾ, അവരുടെ പേരുകൾ ഞാൻ പറയുകയാണ്, നമ്മൾ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് പലരും നമ്മുടെ കൂടെ ഇല്ല. അതായത് ബെസേജിയോസ് ടി കെ നാട്ടിലെ സൈമൺ ജോൺ ഉറുമ്പിൽ,
ടോമി PJ പുളിയാമ്പള്ളി, ടോമി ജോസഫ് കല്യാടിക്കൽ, മോഹനൻ PK പാറയ്ക്കൽ, ബെറ്റി ജോൺ പഴയ വാട്ടപ്പള്ളി, രാജു കുന്നപ്പള്ളി. പിന്നെ ടീച്ചേഴ്സ് ഏലിക്കുട്ടി പാറയിൽ, നമ്മൾ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന മാനേജർ വികാരിയച്ചൻ ഫാദർ തോമസ് കരിങ്ങാട്ടിൽ, അന്നത്തെ അഡ്മിനിസ്ട്രേറ്റർ PT ത്രസ്യ ചുണ്ടാട്ട്, ചാക്കോ KJ കോഴിക്കോട്ട്, ജോൺ ആക്കപ്പടിക്കൽ, ദേവസ്യ പടിഞ്ഞാറേക്കുറ്റ്, ചാക്കോ പരീക്കൽ, ബേബി പാറപ്പുറത്ത്, ഫ്രാൻസിസ് മേച്ചെടുത്ത്, PC ജോസ് പണിക്കാവെങ്കിൽ. പിന്നെ അന്ന് 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് നമുക്ക് ട്യൂഷൻ പഠിപ്പിക്കുന്ന ഒരു സാറിന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ജെയിംസ് തോയറ്റ് സാർ മരിച്ചുപോയി. അത്രയും പേര് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയവരാണ്. PD സാറ്, ഉദ്ഭച്ച സാറ്, പാട്ടത്തിൽ ഉദ്ഭച്ച സാർ, അത്രയും പേര് നമ്മളിൽ നിന്ന് വേർപെട്ട് പോയി. അപ്പോൾ എല്ലാവരും എണീറ്റ് നിന്ന് ഒരു 5 മിനിറ്റ് മൗന പ്രാർത്ഥന. കാട്ടാങ്കുട്ടി ഷാജി. കഴിഞ്ഞ ഒരു വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒത്തുകൂടുകയാണ്. പലരെയും നമ്മൾ വാട്സാപ്പിലും നേരിട്ടും ഇടയ്ക്ക് കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരു കൂട്ടായ്മ നമ്മളുടെ പഴയ സൗഹൃദം പുതുക്കുന്നതിന് വഴിയൊരുക്കും. എല്ലാവരും അവരവരുടെ ജോലികളിൽ നല്ല രീതിയിൽ മുന്നേറുന്നു എന്നറിയുന്നതിലും ഏറെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സന്തോഷമായ മുഖങ്ങൾ അതാണ് സൂചിപ്പിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ നമ്മളധികം ആക്ടിവിറ്റികളിലൊന്നും ഉള്ള ഒരാളല്ലായിരുന്നു. ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്. ചിലർ പറയും സാബു എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. അതിങ്ങനെയൊക്കെ ആയി എന്ന് മാത്രമേ പറയാനുള്ളൂ. അത് ഈ പറയുന്ന 10ാം ക്ലാസ്സിലെ കാര്യത്തിൽ തന്നെയാണെങ്കിലും ഞാൻ C ഡിവിഷനിലാണ് മിക്കവാറും ക്ലാസ്സുകളിൽ പഠിച്ചത്. അപ്പോൾ C ഡിവിഷനിലേക്ക് അക്കാലത്തെ ഒരു രീതി അറിയാമായിരിക്കുമല്ലോ. നന്നായിട്ട് പഠിക്കുന്നവരെ തന്നെ സെലക്ട് ചെയ്തിരുന്ന ക്ലാസ്സാണ് 5C 6C. അങ്ങനെ വരുമ്പോൾ 7C ആയിരുന്നു അക്കാലത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു ഡിവിഷൻ. അപ്പോൾ ഈ 10ൽ വരുമ്പോൾ പഠനത്തിൽ ഞാൻ വളരെ പുറകിലായിരുന്നു. അതിനൊരു മാറ്റം വന്നത് ആദ്യ ടൈം കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്നത്തെ HM PT ത്രസ്യ ടീച്ചർ എന്നോട് ചോദിച്ചു, നീ ഏത് വീട്ടിലെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് എൻ്റെ മാർക്കുകളൊക്കെ നോക്കിയപ്പോൾ അതിമനോഹരമായിരുന്നു. അപ്പം 10ാം ക്ലാസ് ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് ടീച്ചറെന്ന് കണ്ടെത്തിയത്. ടീച്ചർ എന്നെ വിളിച്ചുകൊണ്ട് പോയി എല്ലാ വിഷയത്തിൻ്റെയും 5 വർഷത്തെ പഴയ ചോദ്യക്കടലാസുകൾ എടുത്തു തന്നു. ഇത് പഠിച്ചിട്ട് പോയി പരീക്ഷ എഴുതിയാൽ രക്ഷപ്പെട്ടേക്കും. ഏതായാലും ടീച്ചർ പറഞ്ഞത് അനുസരിച്ചു. പിന്നെ തൊഴിൽ ജെയിംസ് സാറിൻ്റെ ട്യൂഷനും ഒരു ഘടകമാണ്. ഏതായാലും റിസൾട്ട് വന്നപ്പം ഇന്നത്തെ കാലത്ത് നമ്മൾ നക്ഷത്രം അവിടെ കണ്ടപ്പോൾ നമ്മൾ ഞെട്ടി. ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് വീട്ടിലും വിശ്വസിക്കില്ല, നാട്ടിലും വിശ്വസിക്കില്ല. പക്ഷെ അവിടെ കൊണ്ടും കഥ തീരുന്നില്ല. ഡിഗ്രിക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്ത് ചേർന്നെങ്കിലും അത് 8 നിലയിൽ പൊട്ടി. അപ്പം വീണ്ടും അവിടുന്ന് പല വർഷങ്ങളായിട്ടാണ് അത് വന്ന് കിടക്കുന്നത്. അത് കിടന്നതിന് ശേഷം അതിനിടയിൽ പല ജോലികൾക്കൊക്കെ പോയി. വീണ്ടും നന്നായിട്ട് പഠിച്ചേക്കാമെന്ന് പറഞ്ഞ 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തൊടുപുഴ കോപ്പറേറ്റീവ് കോളേജിൽ ഡിഗ്രിക്ക് ചേർന്നു. അപ്പോൾ അന്ന് ഞാൻ മംഗളം പത്രത്തിൻ്റെ ഏജൻ്റായിരുന്നു കരിമണ്ണൂരിൽ. അപ്പം ചേർന്നപ്പോൾ തന്നെ അന്നത്തെ ന്യൂമാനിൽ നിന്ന് റിട്ടയർ ചെയ്ത UVM സാറായിരുന്നു പ്രിൻസിപ്പൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവനെ ഇവിടെ ചേർക്കാൻ പറ്റില്ല, പ്രായം കൂടുതലാണ്, ഇവനേക്കാൾ പ്രായം കുറഞ്ഞവരാണ് ഇവിടെ പഠിപ്പിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കരിമണ്ണൂരത്തെ കുറേ ടാക്സി ഡ്രൈവർമാരും അതിൻ്റെ വ്യാപാരികളുമാണ് രക്ഷാകർത്താക്കളായിട്ട് വന്നിരുന്നത്. അപ്പോൾ അവരൊരു സാറുള്ളതുകൊണ്ടാണ് ഇവനെ ഇവിടെ ചേർക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഉറപ്പിൽ എനിക്ക് അവിടെ അഡ്മിഷൻ തന്നു. അപ്പോൾ ഏതാനും മാസം കഴിഞ്ഞപ്പോഴാണ് കേരള കോൺഗ്രസിലെ ഒരു പിളർപ്പുണ്ടാകുന്നത്.
നമ്മുടെ പി ജെ ജോസഫ് സാറും ആർ ബാലകൃഷ്ണപിള്ള സാറും കൂടെ പിരിയുന്നു. അപ്പോൾ ആ പിരിയുന്ന ദിവസം കോട്ടയത്ത് മംഗളം ഓഫീസിലൊരു കാര്യത്തിന് പോയതാണ്. അപ്പോൾ ആ വഴി യോഗം നടക്കുന്നതിന് ചെന്നപ്പോൾ പിള്ള ഗ്രൂപ്പിൻ്റെ സ്ഥാനം തന്നാണ് തിരിച്ച് തൊഴിലേക്ക് വരുന്നത്. അപ്പോൾ അതോടുകൂടി ആ വർഷം കഴിഞ്ഞ കോപ്പറേറ്റീവ് കോളേജിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നീട് IC കോളേജിലാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നത്. അപ്പോൾ ആ IC കോളേജിലേക്ക് പോയപ്പോഴത്തേനും ദീപികയിലേക്ക് ഒരു ജോലി പഠനത്തോടൊപ്പം ആ രീതിയിൽ അത് പിന്നെ ഇപ്പോൾ ഉള്ള തലം വരെ എത്തി. ഇതെല്ലാം നിമിത്തങ്ങളാണ്. എല്ലാവരെയും കാണുവാൻ സാധിച്ചതിൽ സന്തോഷം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും. എൻ്റെ പേര് ജാൻസി എന്നാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. എനിക്ക് ജോലിയൊന്നുമില്ലായിരുന്നു. കെട്ടിച്ചത് വണ്ണപ്പുറത്ത് തെങ്ങുമ്പള്ളിൽ നിന്ന് വീട്ടുകാർ. പിന്നെ എനിക്ക് 3 പെൺപിള്ളേരുണ്ട്. അതിൽ 2 പേരെ കല്യാണം കഴിഞ്ഞു. ഒരാളെ അവിടെ കല്യാണം കഴിക്കാനുണ്ട്. പിന്നെ ജോലിയൊന്നുമില്ല, ഹൗസ് വൈഫായിട്ട് പറയാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നില്ല, എനിക്ക് വരാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം വരാൻ പറ്റിയത് നന്ദി പറയുന്നു. ഹസ്ബൻഡ് പ്രത്യേക ജോലിയൊന്നുമില്ല, കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് കഴിക്കും. ഹസ്ബൻഡിൻ്റെ പേര് ഡൊമിനിക് എന്നാണ്. താമസിക്കുന്നത് മണ്ണപ്പുറം. ഇപ്പം മണ്ണപ്പുറത്തല്ല, ഞാൻ കാണുന്നു അടുത്തടുത്ത സ്ഥലമാണ്. എൻ്റെ പേര് ഷൈനി. കല്യാണം കഴിച്ചിരിക്കുന്നത് മലപ്പുറം മാപ്പിളായിട്ടെന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ ഹസ്ബൻഡും കർഷകൻ തന്നെയാണ്. പിള്ളേര് 3 പേര്. മൂത്തത് ഒരു മോള്, 2 ആൺപിള്ളേർ. മൂത്ത മോളെ കല്യാണം കഴിച്ചു. അവിടെ UK നേഴ്സാണ്, UK ജോലി ചെയ്യും. ഇളയതിന് മൂത്ത ആൺകുട്ടി കാസർഗോഡ് ഡയറിയിലെ അസിസ്റ്റന്റ് ഡയറി ഓഫീസറാണ്. ഇളയ മോന് ചെന്നൈയിൽ MRF-ൻ്റെ എഞ്ചിനീയറാണ്. പിന്നെ എൻ്റെ വീട്ടുപേര് കുന്നേ. 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടുന്ന് പോയതിന് ശേഷം ഈ നേശ്ശേരി കാണാൻ എനിക്ക് സാധിച്ചിട്ടില്ല. എൻ്റെ വീട് ഈ വണ്ടമറ്റം ഭാഗത്തായതുകൊണ്ട് പിന്നെ എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല. അപ്പോൾ അതുകൊണ്ട് സ്കൂള് കാണാനും നിങ്ങളെല്ലാവരും കാണാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്വപ്നത്തിൽ ഞാൻ പല പ്രാവശ്യം നേശ്ശേരി ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ഉറക്കത്തിൽ ശരിക്കും അത് ആ മനസ്സിൻ്റെ അത്രയും ആഗ്രഹമുള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണുമ്പോൾ പലപ്പോഴും ഇങ്ങനെ നേശ്ശേരി സ്കൂള്, നമ്മുടെ കുളം എല്ലാം ഇങ്ങനെ കാണുമായിരുന്നു. അതുകൊണ്ട് എനിക്കിവിടെ വരണമെന്ന് ഭയങ്കരമായ ആഗ്രഹത്തിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ ഇവിടെ വന്നത്. എൻ്റെ വീട് ഇപ്പോൾ കല്യാണം കഴിച്ചേക്കുന്നത് കുടയത്തൂർ. ഹസ്ബൻഡ് ഒരു ടെക്സ്റ്റൈൽസാണ്. ഇപ്പം ഞങ്ങളത് നിർത്തി വെച്ചിട്ടാണ്. ഞാൻ ഓവർസിയറായിട്ട് PWDയിൽ ഇറിഗേഷനിൽ വർക്ക് ചെയ്തു. അതിനുശേഷം പഞ്ചായത്തിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറായിട്ടാണ് റിട്ടയർഡായത്. ഈ 2 മക്കൾ, മൂത്തത് മോള് കാലടി പഠിപ്പിക്കുകയാണ്, ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നു. മോന് ബാങ്കോക്കിലൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യും. ഞാൻ 7ാം ക്ലാസ്സിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് തുടങ്ങുന്നത്. 7ാം ക്ലാസ്സിലാണ് വരുന്നത്. വണ്ടവറ്റ സ്കൂളിലാണ് അതുവരെ ഞാൻ പഠിച്ചത്. അപ്പോൾ അവിടെ ഈ ഇംഗ്ലീഷും ഹിന്ദിയും പഠിപ്പിക്കാൻ അധ്യാപകരില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ പറഞ്ഞു 7ാം ക്ലാസ് ആയപ്പോൾ നിന്നെ എന്നാൽ നേശ്ശേരി സ്കൂളിൽ, എൻ്റെ അച്ഛൻ പഠിച്ച സ്കൂളായത്, അച്ഛൻ്റെ കൂടെ പഠിച്ചവരുടെ അധ്യാപകരൊക്കെ ഉണ്ട്, പിന്നെ നേശ്ശേരി സ്കൂളിലാക്കാമെന്ന് പറഞ്ഞാണ് ഇങ്ങോട്ട് എന്നെ മാറ്റുന്നത്. എന്നെ കൊണ്ടുപോകുന്ന സമയത്താണ് വണ്ടവറ്റുന്ന ഒരു 5-6 കുട്ടികൾ നേശ്ശേരിക്ക് വരുന്നത്. വേറെ അതുവരെ ഇവിടെ നേശ്ശേരി സ്കൂളിൽ കുറേ കാലമായിട്ട് കുട്ടികളില്ലായിരുന്നു, വണ്ടവറ്റംകാരില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്നു. ആദ്യത്തെ ദിവസം വന്നു. അപ്പോൾ എന്നെ എല്ലാവരും ഒരു നോട്ടപ്പുള്ളിയാക്കിയാണെന്നാണ് എനിക്കറിയാം. കുറച്ച് പേരുടെയെങ്കിലും മനസ്സിൽ ഉണ്ടായിരുന്നു. എൻ്റെ കയ്യിലൊന്നൊരു പെട്ടി ഉണ്ടായിരുന്നു, അലുമിനിയം പെട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു നോട്ടപ്പുള്ളിയായി അന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ സിബി അച്ഛൻ ഒരിക്കൽ അവിടെ അടുത്ത് നമ്മുടെ വീടിനടുത്ത് ഒരു മരണ വീട്ടിൽ വന്നപ്പോൾ ഞാനിങ്ങനെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുക. വണ്ടി കൊണ്ട് നിർത്തിയിട്ട് ചാടി എറിഞ്ഞു, ഒരു സീന നിൻ്റെ ആ അലുമിനിയം പെട്ടി ഇപ്പോഴും ഉണ്ടോ തട്ടുംപുറത്ത് എന്ന് ചോദിച്ചു. അപ്പോഴാണ് ഈ സിബി എന്നോട് സംസാരിച്ചിട്ട് പോലില്ലേ, അച്ഛൻ ആദ്യമായിട്ട് എന്നോട് സംസാരിക്കുന്നത് നിൻ്റെ അലുമിനിയം പെട്ടി ഇപ്പോഴും ഉണ്ടോയെന്നാണ് എന്നോട് ആദ്യമായിട്ട് സിബി അച്ഛൻ സംസാരിക്കുന്നത്. പിന്നെ ഞങ്ങൾ ഒത്തിരി സംസാരിച്ചു. പിന്നീട് ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ എന്നെ ക്ലാസ്സിൽ ആദ്യം ഏൽപ്പിച്ചു തീർന്ന് 7ാം ക്ലാസ്സിൽ ഇവിടെ ഉണ്ടായിരുന്നു, ബിൽഡിങ്ങിലായിരുന്നു അന്ന് നമ്മുടെ 7ാം ക്ലാസ്സിൽ. അപ്പോൾ എന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ട് അവിടെ ക്ലാസ് ടീച്ചർ ഏൽപ്പിച്ച് വിട്ടിരുന്നു. നമുക്കിവിടെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ഇവിടെ ഒരാൾ ഇന്ന് ചേട്ടനായിട്ടുണ്ട് ആദ്യമായിട്ട്. ഇളയ കുട്ടികളൊന്നുമില്ല. അപ്പോൾ ഇളയ ഒരാളുണ്ടായിട്ടുണ്ട്.
ഒരാൾക്ക്. അപ്പോൾ ഇന്ന് ചേട്ടനായിട്ടുണ്ട്, ആളെ നേറ്റി നിന്നേന്ന് പറഞ്ഞു വലിയ സന്തോഷത്തോടെ. അപ്പോൾ ആൾ കരഞ്ഞു. ചേട്ടൻ ആയതിനെ ഏറ്റി നിൽക്കാൻ പറഞ്ഞപ്പോൾ ഉടനെ നിന്ന് കരഞ്ഞു. ആ ആളിവിടെ ഉണ്ട്, ആളാരാന്ന് വെച്ചാൽ ഒന്ന് കൈവക്കിയാൽ കൊള്ളാം. ആ ആളാരാണ് ഇവിടെ ഇരിപ്പുണ്ട്. CBH കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് CBH വന്നത്. ഞാനൊരു അലുമിനിയം പെട്ടിയുടെ കാര്യം പറയുമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ആദ്യത്തെ എൻ്റെ ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ വരുമ്പോൾ. അതുകൊണ്ട് വിൽസണും എൻ്റെ മനസ്സിൽ പതിഞ്ഞ ഒരു മുഖമാണ് അന്ന്. അപ്പം ഞാൻ ഓർത്തി എന്തിനാണ് ചേട്ടനായി കരയുന്നത്. എനിക്കിപ്പോഴും മനസ്സിലായില്ല എന്തിനാ വിൽസാന്ന് കരഞ്ഞത്. കരഞ്ഞു അതല്ലേ എൻ്റെ മനസ്സിൽ അങ്ങനെ പതിഞ്ഞു കിടക്കുന്നത്. ഉടനെ വന്ന് പറഞ്ഞത് സന്തോഷമല്ലേ എന്നൊക്കെ ചോദിച്ച് ടീച്ചർ പറഞ്ഞ് ഞാൻ ഓർക്കുന്നത് അതായത് എൻ്റെ ക്ലാസ്സിലെ ആദ്യത്തെ ദിവസത്തെ അനുഭവമാണ്. 7ാം ക്ലാസ്സിലെ ആദ്യത്തെ അനുഭവം ഇങ്ങനെ മനസ്സിൽ കിടക്കുന്നതാണ്. പിന്നെ അവിടെ 7ാം ക്ലാസ്സിലെ വലിയ ഒത്തിരി ഓർമ്മയൊന്നുമില്ല. ആദ്യത്തെ ഓർമ്മ ഇതാണ്, വിൽസനയാണ്. അതുകൊണ്ട് തന്നെ അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ കയ്യിൽ വാച്ചൊക്കെ കെട്ടിയ പയ്യൻ. അന്ന് വാച്ച് കെട്ടിയ പിള്ളേർ വളരെ കുറവാണ്. 7ാം ക്ലാസ്സിൽ വാച്ചൊക്കെ കെട്ടി വന്നിരിക്കുന്ന ഒരു പയ്യനാണ് വിൽസനയെന്ന് ഞാനിങ്ങനെ ഓർക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ 10ലെ കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട്, കുറച്ച് പേർക്കൊക്കെ അറിയാമായിരിക്കും. 10ാം ക്ലാസ് 7 ക്ലാസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളും അതൊക്കെ ഓർമ്മയിലേക്ക് വരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതിൽ ഓർക്കുമ്പം നമ്മുടെ ഈ സേവനവാരത്തിന് ബെഞ്ചും ഡെസ്കും തേച്ച് എഴുതുന്ന കാര്യമാണ് ഓർക്കുന്നത്. ഓരോ ഈ ഇപ്പോൾ പിള്ളേർക്കൊന്നും ഇതിനൊരു അവസരം ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ഒരു വിഷമം. അന്ന് കപ്പയും അമ്പിളിയാരങ്ങയൊക്കെ തിന്ന് ഇതിലിങ്ങനെ നടന്നതും ഓടി നടന്നതും അങ്ങനെയൊക്കെ ഉള്ള കുറേ ഓർമ്മകളൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് അതിയായ ഒരു വിഷമമുണ്ട്. ഒരു നല്ലൊരു അനുഭവമായിരുന്നു. അന്നത്തെ ആ അനുഭവമൊന്നും ഇപ്പോഴത്തെ പിള്ളേർക്ക് കിട്ടുന്നില്ലല്ലോ. നമ്മുടെ അവിടെ കുളത്തിൽ കൊണ്ടിട്ട് ബെഞ്ചും ഡെസ്കും തേച്ച് വയ്ക്കുക. അതിലെല്ലാം മത്സരങ്ങളുണ്ടായിരുന്നു. അന്ന് എല്ലാ കാര്യത്തിനും ഓരോ മത്സരങ്ങളാണ്. ആരുടെ ഡെസ്ക്കാണ് കൂടുതൽ വിളിക്കുന്നത് എന്ന് കരുതി മത്സരിച്ച് ഈ തേരത്തിൻ്റെ ഇടയ്ക്കിട്ട് തേച്ച് എഴുതുന്നതും അങ്ങനെയൊക്കെയുള്ള കുറേ ഓർമ്മകളുണ്ട്. അപ്പോൾ അതൊക്കെ പങ്കിടാനായിട്ട് ഇവിടെ വരണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ഈ നെയ്ശ്ശേരി സ്കൂളും ഇതിലെല്ലാവരുടെയും മുഖം ഓർമ്മയില്ലെങ്കിലും എനിക്കിപ്പോൾ ഒരു 80% ആൾക്കാരെ അറിയാം. ഞാൻ 7 തൊട്ടായിരുന്നു ഇവിടെ പഠിച്ചത്, 10 വരെ പഠിച്ചു. ഞാനത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്ക് ന്യൂമാൻ കോളേജിൽ പഠിച്ചു. ഈ സാബ് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് ഞാൻ കുറേ പുറകിലായിരുന്നുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് ആദ്യം എഴുതിയപ്പോൾ കിട്ടിയില്ല. ഇപ്പോൾ 2ാമത് എഴുതി ഇംഗ്ലീഷ് പാസ്സായി. പിന്നീട് ഞാൻ ITIക്കാണ് പോയത്, സിവിൽ പാസ്സായി. അവിടുന്ന് കുറേ വർഷം വീടും കുടുംബമൊക്കെ ആയിട്ട് ഇങ്ങനെ കിടന്നതിന് ശേഷമാണ് ഒരു ടെസ്റ്റൊക്കെ എഴുതണമെന്ന് തോന്നി ടെസ്റ്റ് എഴുതി PSC ജോലി കിട്ടി. ഓവർസിയറായിട്ടാണ് ആദ്യം കിട്ടിയത്. പിന്നീടാണ് ആയിട്ട് റിട്ടയർഡായി. അപ്പോൾ ഇവിടെ ഇത്തിരി സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ ഹസ്ബൻഡുള്ളൂ, പിള്ളേരൊന്നും അടുത്തില്ല. ഒരു കൊച്ചുമോളുണ്ട്, 10 വയസ്സാകാറായി. 9 വയസ്സായി കൊച്ചുമോൾക്ക്. സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ കൂട്ടായ്മയിൽ ഇതിന് വേണ്ടിയിട്ട് മുൻപന്തിയിലേക്ക് വന്ന ഈ സംഘാടകരായിട്ടുള്ള ഇവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നല്ല ആക്റ്റീവായിട്ട് നമ്മുടെ ആ ഗ്രൂപ്പിനെ നിലനിർത്തുന്ന പ്രത്യേകിച്ച് ലാലുവിൻ്റെ എല്ലാവരും വായിക്കുന്നുണ്ട്. ലാലു പ്രതികരിക്കുന്നില്ലെങ്കിലും എല്ലാവരും വായിക്കുന്നുണ്ടെന്നുള്ളത് ഉറപ്പാണ്. ലാലു ഇങ്ങനെ ഓരോ കിടന്നൊക്കെ വായിക്കും. അത് സന്തോഷമാണ്. ഞാൻ നോക്കും എല്ലാ ദിവസവും എന്നെയും ഗ്രൂപ്പിൽ നോക്കി വായിക്കും. അപ്പം അങ്ങനെ ആക്റ്റീവായിട്ട് ഇനിയും ഈ ഗ്രൂപ്പ് നിലനിൽക്കട്ടെ. ഈ എല്ലാവർക്കും ഇനിയും പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ. എൻ്റെ സംഘാടകർക്ക് പ്രത്യേകം നന്ദിയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. തിരക്കുകളെല്ലാം മാറ്റി വെച്ച് ഒരു വലിയ ഫൊറോനയുടെ അധിപനായിട്ടുള്ള CBH സമയത്ത് എത്തി. CBHന് പ്രത്യേക സ്വാഗതം ആശംസിക്കുന്നു. ഇവിടെ ഓരോരുത്തരും ആശംസ അറിയിക്കുമ്പോൾ അച്ഛനെ കുറിച്ച് പ്രത്യേകം പരാമർശിച്ചാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ യോഗത്തിന് ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട CBH ക്ഷണിക്കുന്നു. ഏതായാലും ആദ്യം പറഞ്ഞാൽ ആദ്യഘട്ടത്തിൽ വന്ന് കയറിയുള്ളവരുടെ എന്തൊക്കെ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും സഞ്ജയും ലാലും അങ്ങനെ നമ്മുടെ ഷാജു മിക്കവാറൊക്കെ ഫോണിൽ വിളിക്കുകയും ബന്ധപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. പിന്നെ പഴയ പേരെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പേഴ്സണലായിട്ടൊക്കെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ബന്ധമൊക്കെ ഉണ്ട്. പിന്നെ ചിലരുടെയൊക്കെ വീടുകളിലൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ ചെറിയ ബന്ധമൊക്കെ ഉണ്ട്. ഇനി പലരുടെ വീടുകളിൽ പോകാനുണ്ട്. അപ്പം അങ്ങനെ ഇനി ബന്ധം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഏതായാലും നമ്മുടെ അടുത്ത കാലത്തുണ്ടായ ഒരു ട്രെൻഡാണ് ഈ 10ാം ക്ലാസ്സുകാരെ ഒരുമിച്ച് കൂടുക എന്നുള്ളത്. ഞാനിത് ആദ്യമായിട്ട് കാണുന്നത് ഞാൻ ഇതിനോട് കലയന്താനം പള്ളിയിൽ വിചാരിയായിരുന്നു. അവിടെ ഇങ്ങനെ പല ബാച്ചുകാർ 10ാം ക്ലാസ് പാസ്സായവർ അവിടെ ഒരുമിച്ച് കൂടുകയും അതിൻ്റെ മാന്യതയിലേക്ക് തന്നെ പലപ്പോഴും വിളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ വളരെ പ്രശസ്തരായ ആളുകളൊക്കെ അവിടെ വന്ന് പോവുകയൊക്കെ നമ്മുടെ പോലീസ് തച്ചങ്കരി സാറ്
സാബുവിനോടൊക്കെ ചോദിച്ചു, സാബു നമുക്ക് എങ്ങനെയാണ്. അപ്പോൾ ഇങ്ങനെ ആലോചിച്ചൊക്കെയാണ് ഇപ്പോൾ ഏതായാലും ഇത് നമുക്കെല്ലാവർക്കും അന്വർത്ഥമായി. സണ്ണി നമുക്ക് കഴിഞ്ഞ വർഷം എത്രയാലും വന്നത്, കഴിഞ്ഞ വർഷത്തിലേലും വന്നിട്ട് 58, ഈ തവണ 48, കഴിഞ്ഞ തവണ ഈ തവണ 40 മുകളിലായി 60 പേര് വന്നിരുന്നല്ലേ പറഞ്ഞത്. 60 പേര് അതെ. അപ്പോൾ കൂടുതൽ പേര് വരുമെന്ന് വിചാരിക്കുന്നു. വാസ്തവത്തിൽ ഞാൻ സ്കൂളിൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും കോളേജിൽ പോയി പഠിച്ചവരും ഇങ്ങനെ ഉപരിപഠനമൊക്കെ നടത്തിയ ആൾക്കാരാണ്. ഞാൻ 15 വയസ്സിൽ സെമിനാരിലേക്കാണ് പോയത്. കോതമംഗലത്ത് 3 വർഷം പഠിച്ചു. അതിനുശേഷം കോട്ടയത്ത് 3 വർഷം ഫിലോസഫി പഠിച്ചു, തത്വശാസ്ത്രം പഠിച്ചു. പിന്നെ അതിനുശേഷം പ്രായോഗിക പരിശീലനത്തിന് 1 വർഷം അടിമാലിയിലായിരുന്നു. പിന്നീട് 4 വർഷം കോട്ടയത്ത് ഒടവാതം എന്ന് പറയുന്ന സ്ഥലത്ത് സെൻറ് തോമസ് സെമിനാരി, അവിടെ ദൈവശാസ്ത്രം പഠിച്ചു. 91 ഡിസംബർ 28-ാം തീയതി വൈദികനായി. ഒരു ബാല സൊസൈറ്റി കോതമംഗലം രൂപതയുടേതായിട്ടുണ്ട്. അത് പരിഗണനയിലാണ്. അവിടെ 12 വർഷം ഉണ്ടായിരുന്നു. പിന്നീട് കോതമംഗലം അരമനയിൽ സോഷ്യൽ സർവീസിൻ്റെ ഡയറക്ടറായിട്ടുണ്ടായിരുന്നു 3 വർഷം. പിന്നെ കലയങ്കാലി പള്ളിയിൽ 3 വർഷം വികാരിയായിരുന്നു. ഇപ്പോൾ കുറുപ്പംപടി പള്ളിയിൽ 2.5 വർഷം ആയിട്ട് വികാരിയായിട്ട് പ്രവർത്തിക്കുന്നു. ഇതാണ് എൻ്റെ ജീവചരിത്രം ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ സ്കൂളിനെ കുറിച്ച് എനിക്ക് ആദ്യമൊക്കെ ചെറുപ്പത്തിൽ ഭയങ്കര ഭയപ്പെടുത്തുന്ന ഓർമ്മകളുണ്ടായിരുന്നു. പൈലിസാറിനെ ഓർക്കാനെങ്കിൽ പൈലിസാറിനെ ഓർമ്മിക്കുന്നില്ലേ? നമ്മുടെ ഹെഡ് മാസ്റ്ററായിരുന്നു. 1, 2 പഠിച്ചപ്പോൾ പൈലിസാറിൻ്റെ അടി നമ്മൾ മുതിർന്ന ക്ലാസ്സുകാർ അടി വാങ്ങിക്കുന്നത് നമ്മൾ 1-ാം ക്ലാസ്സിലും 2-ാം ക്ലാസ്സിലും കേട്ട് നടിക്കുന്നുണ്ട്. പൈലിസാറിൻ്റെ മകളെ ഒരാളെ കുറുപ്പംപടി പള്ളിയുടെ അടുത്ത് കെട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് വർത്താനൊക്കെ പറഞ്ഞാൽ ഇന്നലെ ചെന്നപ്പോൾ ആ ചേച്ചിയോട് പറഞ്ഞു. പിന്നെ എനിക്ക് ഓർമ്മയുള്ളത്, നമുക്ക് എല്ലാവർക്കും ഓർമ്മയുള്ളത് പോലെ തന്നെ ഉദവിസാറിനെയും ഭയങ്കര പേടിയാണ് ചെറുപ്പത്തിലെ. കാരണം ഹൈസ്കൂളിലൊക്കെ സാറ് കൊടുക്കുന്ന അടിയുടെ ഒച്ച, പാളയ്ക്ക് അടിക്കുന്ന പോലെ ഉള്ള ഒച്ച ഇപ്പോഴും ചെവി കേൾക്കുന്നു. അതോടെ ഭയപ്പെടുന്നത്. പിന്നെ ഹൈസ്കൂളിലേക്ക് വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഒരു സന്തോഷകരമായ ക്ലാസ്സുകളൊക്കെ വന്നത്. എങ്കിലും ചില സാറന്മാരുടെയൊക്കെ അടിയും നുള്ളിപ്പറിയൊക്കെ ഇപ്പോഴും ഭയമായിട്ട് അവശേഷിക്കുന്നു. അന്ന് നുള്ളി പഠിപ്പിച്ചുകൊണ്ട് ഒരു സാറിനെ പഠിപ്പിച്ചൊരു വാക്യം ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്. ഹൗ യു ഹെഡ് ഓഫ് സാൻഡ് ഓഫ് ആൻസർ എ ഫ്രണ്ട് ഓഫ് ഗോഡ് ഗുഡ് സോട്ട് സാർ പഠിപ്പിച്ചത്. ഞാൻ ഒരു 2-3 ദിവസം ഇങ്ങനെ ഇൻ്റർനെറ്റിൽ നോക്കി ഇതെന്താ ഈ സംഭവം എന്നുള്ളത്. ഹൗ യു ഹെഡ് ഓഫ് സാൻഡ് ഓഫ് ആൻസർ എ ഫ്രണ്ട് ഓഫ് ഗോഡ് ഗുഡ് സോട്ട്. സ്പെല്ലുകൾ അറിയാൻ പാടില്ല, എന്നാലും അടിച്ചു നോക്കി കഴിയുമ്പോഴാണ് മനസ്സിലായത് ഇത് വലിയൊരു നോവലാണ് എന്നും ആ നോവലിയുടെ കഥാപാത്രത്തിൻ്റെ പേരാണ് നമുക്ക് എന്നുള്ള കാര്യം എനിക്ക് അന്നേരം മനസ്സിലായത്. ഇപ്പോൾ ഏകദേശം ഒരു 45 വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് പിടികിട്ടി. അന്ന് നുള്ളി പഠിച്ചപ്പോഴത്തെ അപ്പോൾ ഹൗ യു ഹെഡ് ഓഫ് എന്നുള്ളതിൻ്റെ മലയാളം പറയാനാണ് സാറ് പറയുന്നത്. ഒരു പിടുത്തമില്ല, അന്നത്തെ കാലത്ത് ഒരു പിടുത്തമില്ല. ഹൗ യു ഹെഡ് ഓഫ് സാർ. അപ്പോൾ കേട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. കേട്ടിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്ന പിള്ളേരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കും ഹൗ യു ഹെഡ് ഓഫ് എന്ന് ചോദിക്കും. പിള്ളേർ തന്നെ അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പോൾ ഇതിന് കോട്ടയത്തിന് പോയിട്ടുണ്ടോ എന്ന് എങ്ങനെ ചോദിക്കും? പിള്ളേർക്ക് അറിയാൻ പറ്റും. ഹൗ യു ഹെഡ് ഓഫ് യു ഗോ കോട്ടയം, യു വെൻ്റ് കോട്ടയം, യെസ്, ഇങ്ങനെയൊക്കെ പിള്ളേർ ചോദിക്കുള്ളൂ. അപ്പോൾ അന്ന് സാറ് നുള്ളി പറിച്ചുകൊണ്ട് പഠിപ്പിച്ച കാര്യം ഇപ്പോഴും ഓർക്കുന്നില്ല. ഇപ്പോഴും പാടുണ്ടോയെന്ന് എനിക്ക് സംശയമുണ്ട്. കാണാൻ പാടില്ല. അന്ന് പാടുണ്ടാകാൻ മാത്രം നുള്ളിപ്പറ നന്നായിരുന്നു ശരിക്കും. അപ്പോൾ അതുപോലെ തന്നെ പെരീക്കലെ ചാക്കോസാറിൻ്റെ അടി നമുക്ക് വളരെ ഭീകരമായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് മനസ്സിലാകാത്ത പല കാര്യങ്ങളും 40 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഇപ്പോൾ ചിലപ്പോഴൊക്കെ മനസ്സിലാകുന്നത്. ഈ ബേസിസ്റ്റ് പഠിപ്പിച്ച ക്യൂബിക്കിൻ്റെ ആവശ്യങ്ങളൊക്കെ പിന്നീട് ഇപ്പോഴൊക്കെ നമുക്ക് ചിലപ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അന്നത്തെ ടീച്ചർ പഠിപ്പിച്ച കൃത്യമായിട്ട് മനസ്സിലായില്ല. കലയങ്കാനി സ്കൂളിൽ വെച്ച് സ്കൂളിൻ്റെ മുറ്റത്ത് കുറേ ഭാഗം ടൈലിട്ടു. ടൈലിടുമ്പോഴേ കണക്കിൻ്റെ ടീച്ചർമാർ 2-3 പേരൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു ടീച്ചറെ ടൈലിൻ്റെ വിസ്തീർണം ഒന്ന് ഒന്ന് അറിയിക്കണം, എത്ര രൂപ കൊടുക്കണമെന്നുള്ളത്. അവർക്ക് വിഷമമായി. അച്ഛൻ ഞങ്ങൾ കളിയാക്കാൻ പറഞ്ഞാണെന്ന് ചോദിച്ചു. കാരണം അവർക്ക് അറിയാൻ പാടില്ല. പല കോണൊക്കെ ആയിട്ട് ഇങ്ങനെ കയറ്റി ഇറക്കിയൊക്കെയാണ് ടൈലിട്ടേക്കുന്നത്. അതറിയാൻ പാടില്ല. പക്ഷേ നമ്മളെ ഗ്രേസിസ്റ്റ് പഠിപ്പിച്ചപ്പോൾ കുറച്ചും കൂടെ പ്രായോഗികമായിട്ട് പഠിപ്പിച്ചതുകൊണ്ട് കുറച്ചൊക്കെ അറിയാൻ പറ്റും.
അന്ന് വ്യാപ്തം, ക്യൂബിക്ക്, മഴയുടെ അളവ് ഇതൊക്കെ അന്ന് പഠിപ്പിച്ചാണ് ഓർക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ ഒരു മഴ അളക്കാൻ വേണ്ടി ഒരു മഴ മാവിനോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പള്ളിയിൽ. അപ്പോൾ ഒത്തിരി മഴയൊക്കെ പെയ്താൽ ഞാൻ പള്ളിയിൽ വാട്സപ്പിൽ ഇടും, ഇടയ്ക്കിടയ്ക്ക് ഗ്രൂപ്പിൽ ഇത്ര മഴ ഇന്ന് പെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ ഓർക്കുന്നത് വലിയൊരു കാര്യം മഴമാവിനി എന്ന് പറയുന്ന വലിയ ഇലക്ട്രോണിക് സംവിധാനമാണ്. ഒരു സംവിധാനമില്ല. നമ്മൾ ഒരു വ്യാപ്തത്തിലൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ് ആയിരിക്കുന്നത് മുകളിലും താഴെയും ഒരുപോലെയുള്ള വലിപ്പമുള്ള സിലിണ്ടറായിട്ടുള്ള ഒരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം മരത്തിൻ്റെ കീഴിൽ വയ്ക്കാതെ ഒരു പുറത്ത് സ്ഥലത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് എത്ര പൊക്കത്തിൽ വെള്ളം ചാടി വീണു എന്നുള്ളതാണ് മഴ എന്ന് പറയുന്നത്. 5 സെൻറ്റിമീറ്റർ പൊക്കത്തിൽ വെള്ളം ഉണ്ടെങ്കിൽ 5 സെൻറ്റിമീറ്റർ മഴ പെയ്യും, അതാണ്. അപ്പോൾ ഇത് ഞാൻ കണക്കൂട്ടാണ്. അപ്പോൾ അതൊക്കെ വലിയ സംവിധാനമായിട്ടാണ്. അപ്പോൾ ചെറുപ്പത്തിൽ അന്ന് പഠിപ്പിച്ച അങ്ങനെ ചില കണക്കുകളൊക്കെ ഇപ്പോഴും നമുക്ക് പ്രായോഗികമായിട്ട് പ്രയോജനപ്പെടുന്നുണ്ട്. വർക്ക്ഷോപ്പിലൊന്നും ആയില്ലെങ്കിലും പള്ളിയിൽ ചെറിയ പണികൾ നടത്തുമ്പോൾ ഞാൻ സീനെ കാണാൻ പോയി. കുറേ നേരം കുത്തിയിരുന്നതിന് ശേഷം കാണാൻ പറ്റിയത് ഭയങ്കര തിരക്കായിരുന്നു. ആ സ്ഥലത്തിൻ്റെ പേരെത്തുന്ന മണക്കാട് ഓഫീസിൽ പോയതാണ്. കണ്ടില്ല, അന്ന് കാണാൻ പറ്റിയില്ല. കുറേ നേരം ഇരുന്നിട്ട് തിരിച്ചു പോയി. പഞ്ചായത്ത് സർവീസിൻ്റെ മേരി ഹോസ്പിറ്റൽ കാണാൻ പോയിട്ട് ഒരു വീട്ടിൽ വെച്ച് കാണാൻ പറ്റി. പ്രസിഡൻ്റായതാണ്, മെമ്പറായിരുന്നു അല്ലേ? ഇവിടെ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞോ? ഇതിനെ കല്യാണം കഴിഞ്ഞു. പിന്നെ അതിനുശേഷം അധികം വരെ കണ്ടിട്ടില്ല. നമ്മുടെ നാട്ടിൽ ഏറ്റവും ഓടുന്ന ആൾക്കാർ രണ്ടുപേരുമാണ്. ഷാജു രാജനോട് ഏറ്റവും വലിയ ഓട്ടക്കാർ സ്കൂളിൽ നിന്ന് ചോറിനാൻ പോകുന്നു, ഏറ്റവും സ്പീഡിൽ തിരിച്ചു പോകുന്നു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടമാണ്. ഷാജുവിന് പഴയ പേരാരും ഓർക്കുന്നില്ലല്ലോ, ഞാനത് ഓർപ്പിക്കുന്നില്ല. സാംസ്കാരിക പിന്നെ സണ്ണി ഞാനിവിടെ കുറച്ചാൾ ഒരുമിച്ച് പഠിച്ചു കേട്ടോ. 10ാം ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ സെമിനാരിൽ കുറച്ചാൾ ഒരുമിച്ച് പഠിച്ചു. പഠിച്ചിട്ടുണ്ടോ? ടോമയുടെ വീട്ടിൽ ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട്. പിന്നെ വിൽസണിൻ്റെ ഇടയ്ക്ക് വിളിയാറുണ്ട്. പള്ളിയിലൊക്കെ പലപ്പോഴും വരുമ്പോൾ ചെല്ലിയൊക്കെ കാണാറുണ്ട് മാത്രമേ ഉള്ളൂ. പള്ളിയിൽ ഇപ്പോൾ ഇവിടെ അധികം വരാറില്ല. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുള്ള വിശേഷം? ആദ്യമായിട്ട് കാണുന്നത് എത്ര വർഷം മുമ്പ്? അത് ആരുടെ കല്യാണത്തിന്? ആ, എനിക്ക് 2 പെണ്ണുങ്ങളെ മുട്ടായി നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒന്ന് മോളി സാവിത്രിയാണ് എനിക്ക് സ്കൂളിൽ വെച്ച് മുട്ടായി തോന്നിയത്. സാവിത്രി എന്നത് വലിയ മുട്ടായി, മോളി എന്നത് ചെറിയ മുട്ടായി. അത് 8ാം ക്ലാസ്സിലെ സ്കൂളിൽ നടത്തുന്നത്. ഞാൻ അത്ര വലിയ നോട്ടക്കാരനല്ല. ഈ നായ്ക്കറിനോട് കാര്യങ്ങൾ ഓർമ്മ. നായ്ക്കരണം ഇന്നലെ ഞാൻ സംഭവം കേട്ടോ. ഇന്നലെ അവിടെ പള്ളിയിൽ മാമോദീസ ഉണ്ടായിരുന്നു. മാമോദീസ കൊച്ചിൻ്റെ അപ്പൻ്റെ പേര് വെച്ചപ്പോൾ ക്ലമൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ നായകനെതിരായാലും കൊടുത്തു. 3 പേരാവുന്നു. വേറൊരാളുടെ പേര് ഇവിടെ പുള്ളിയെ വിളിച്ചിരുന്നത് കാക്കാന്ന് വിളിച്ചിരുന്നത് ജോണി ലെറ്റർ എന്ന് കൊടുക്കുന്നുണ്ട്. ജോണി ഒരു ലെറ്റർ കൊടുത്ത് കിട്ടിയില്ല. എത്ര വർഷമായി? അതെ. അന്നത്തെ വലിയ ചർച്ചാ വിഷയമല്ലായിരുന്നു സീന എഴുതിയൊരു കത്ത്. ആരും മറന്നുപോയല്ലോ. അത് വെളിപ്പെടുത്തണ്ട. ഇനിയിപ്പോൾ കത്തിൻ്റെ ഉള്ളടക്കം വെളിപ്പെടുത്താൻ വേണമെങ്കിൽ സീനയുടെ പെട്ടി നമ്മൾ ശവപ്പെട്ടി എന്ന് വിളിച്ചൊരു പ്രശ്നം ഉണ്ടാകുന്നില്ലേ? സീന വിളിച്ചുകൊണ്ടുള്ള പെട്ടി
അത് ശവപ്പെട്ടിയിൽ തന്നെ പറഞ്ഞ ഹെഡ് മാസ്റ്റർ അടുത്ത് പരാതിയൊക്കെ കൊടുത്തത് ഓർമ്മയുണ്ട്. രണ്ടുപേരുടെ സീൻ അറിയപ്പെട്ടിരുന്നു. സൂപ്രണ്ടെന്നും പിന്നെ ശവപ്പെട്ടി രണ്ടുപേരും അറിയപ്പെട്ടിരുന്നു. അതൊക്കെ ഓർമ്മയുണ്ട്. അതെ, എനിക്ക് തോന്നുന്നു നമ്മുടെ ബെന്നിയുടെ കഴുത്തേലിനാണ് പിടിച്ച് ഞെക്കിയതെന്ന് ക്ലവൻ്റെ അല്ലേ? ഇത് പുറത്തു വന്നെങ്ങനെയാണെന്ന് കാര്യം അറിയാമോ? ഈ നായ്ക്കറിൻ്റെ കേസ് പുറത്തു വന്നുള്ള പ്രത്യേക രീതിയിലാണ് വന്നത്. അപ്പോൾ അന്ന് ക്ലവൻറ്റും വേറെ രണ്ടുപേരും കൂടെയാണ് ഇത് വെതറിയത്. വെതറി കഴിഞ്ഞിട്ട് അവർ ഒരുത്തിനോട് പറഞ്ഞു, എടാ എൻ്റെ കയ്യിൽ മന്ത്രമുണ്ട്, ഞാൻ എൻ്റെ കഴുത്തിൽ പിടിച്ചാൽ നീ ചൊറിയുമെന്ന് പറഞ്ഞു. എന്നാൽ നീ ഒന്ന് പിടിക്കാൻ പോകും. അപ്പോൾ ഈ ക്ലവൻ്റ് അവൻ്റെ കഴുത്തെ പിടിച്ചിട്ട് തത്തീര് വെച്ച് കൊടുത്തു. കുറച്ച് കഴിയുമ്പോൾ അവന് ചൊറിഞ്ഞു. അവൻ ഭയങ്കരമായിട്ട് ചൊറിഞ്ഞു. അപ്പോഴാണ് പെൺപിള്ളേർ ചൊറിച്ചു തുടങ്ങിയത്. അപ്പോൾ മനസ്സിലായി ക്ലമൻ്റാണ് എൻ്റെ പിന്നിലിരുന്നത്. അങ്ങനെയാണ് പിടിക്കപ്പെട്ടത്. ഒരു തെളിവ് അവശേഷിപ്പിച്ചിട്ടാണ് ക്ലമൻ്റ് പോയത്. ആ വിവരക്കടി ഇതിലാണെങ്കിൽ അവർ പിടിക്കില്ലായിരുന്നു. God.
പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ മീറ്റിങ്ങിൻ്റെ അത്രയും ഒരു കൊഴുപ്പ് ഈ വർഷത്തെ മീറ്റിങ്ങിന് വന്നിട്ടില്ല. കാരണം ടീച്ചർമാരില്ല, അച്ഛന്മാർ തടത്തിൽ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു, നല്ല പാട്ടുമൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ എണ്ണത്തിൽ ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ അത്രയും ഒരു കൊഴുപ്പ് ഈ മീറ്റിങ്ങിന് വന്നിട്ടില്ല എന്ന് തോന്നുന്നു. എന്നാലും എനിക്ക് പങ്കെടുക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നെയ്ശ്ശേരി ഗ്രൂപ്പിൽ നിന്ന് തട്ടിയതാണെന്ന് തോന്നുന്നല്ലോ. നല്ല കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഗ്രൂപ്പാണെന്ന് എൻ്റെ വീട്ടിൽ പറയും, പിള്ളേർ പറയും. നല്ല ഗ്രൂപ്പാണ്, കാര്യങ്ങളൊക്കെ വരുന്നൊരു ഗ്രൂപ്പാണെന്ന് പറയും. ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണെങ്കിലും ബിനോച്ചൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നല്ല രീതിയിൽ ഗ്രൂപ്പ് മുമ്പോട്ട് പോകുന്നുണ്ട്. നന്നായി ഏത് കാര്യമാണെങ്കിലും നന്നായിരിക്കണമെങ്കിൽ അതിൻ്റെ ലീഡേഴ്സ് നന്നായിരിക്കണമല്ലോ. നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ തന്നെ അവരെ അഭിനന്ദിക്കുന്നതിനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. നല്ല രീതിയിൽ നമ്മുടെ ഗ്രൂപ്പ് മുമ്പോട്ട് പോകും. അതുപോലെ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും പിന്നെ എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു എന്ന് നിർത്തുന്നു. അതുപോലെ തന്നെ നല്ലൊരു ത്രില്ലിലാണ് ആദ്യത്തെ പ്രാവശ്യം ഞങ്ങൾ വന്നത്. പക്ഷേ പലരെയും ആ മുഖങ്ങൾ അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വന്നപ്പോൾ ഞാനത് മനസ്സിലെല്ലാം അതിൻ്റെ രൂപങ്ങളെല്ലാം അറിയില്ലാത്തവരെ ഒരുപാട് ലാലുവിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. പിന്നെ സിജത്തിനൊക്കെ അതിൻ്റെ പേര് പറഞ്ഞപ്പോൾ അറിയാം. ഞങ്ങളൊക്കെ ഇച്ചിരി ഒതുങ്ങി കഴിയുന്ന കൂട്ടത്തിലായതുകൊണ്ട് എല്ലാവരും അറിയപ്പെടണമെന്നില്ലായിരുന്നു. അപ്പോൾ സിജത്തിന് പേര് പറഞ്ഞിട്ട് മനസ്സിലായി. അങ്ങനെ പലരും നമ്മളെ ചിലരെയൊക്കെ സീനെയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ നമ്മുടെ ഗ്രൂപ്പിന് ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഇതായിട്ടാണ് ആദ്യത്തെ ഒരു പ്രാവശ്യം നമ്മുടെ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബുദ്ധിമുട്ട് ഭയങ്കരമാണ് മനസ്സിലാവും. എൻ്റെ ഷൈജുവൊക്കെ എൻ്റെ നമ്പറും ഒക്കെ മേടിച്ച് എൻ്റെ വീട്ടിൽ ഒരു ദിവസം ചാൻസിൽ ഇങ്ങനെ കയറി വരുവാണ്. ഞാൻ ഷൈജു എന്ന് പറഞ്ഞാണ് വരുന്നത്. ഞാനിങ്ങനെ എൻ്റെ വിളിക്കുന്നത് 10ാം ക്ലാസ്സിൽ പഠിച്ച ഷൈജുവാണ്. ഷാജു എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഓരോരുത്തരെയും പറയാം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ ലേഡീസിന് എനിക്ക് എല്ലാവരുടെയും തന്നെ മുഖങ്ങളെ പരിചയമുണ്ട്, ചിലരെ പേരില്ല. പക്ഷേ ബോയ്സിനെ സംബന്ധിച്ച് നമുക്ക് ആരെയും അറിയത്തില്ല. പിന്നെ എന്നെ മത്തായി ഒക്കെ ആയിട്ട് ഞാൻ ഇപ്രാവശ്യം മത്തായിയുടെ ഒരു സാന്നിധ്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷേ മത്തായിനെ ഒന്നും കണ്ടില്ല. മത്തായി ആയിട്ട് ഞാൻ വീണ്ടും ഒന്നോടെ പഠിക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഒരു ഗ്രൂപ്പായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കൊക്കെ പല ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലും പല ഗ്രൂപ്പുകളുണ്ടാവും. ആ പല ഗ്രൂപ്പുകളിലും നമുക്ക് അതിൻ്റേതായ പ്രവർത്തനങ്ങളുള്ള ഗ്രൂപ്പിൽ നിന്നുള്ള ഇത് വരുമ്പോൾ നമുക്കതൊരു ഇതായി തോന്നരുത്. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ഇല്ല. പക്ഷേ ഇതുപോലെ എല്ലായിടത്തും കാണാറൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളൊക്കെ ഇപ്പോൾ റിട്ടയർ കഴിഞ്ഞ് വീട്ടമ്മയായിട്ടിരിക്കുമ്പോൾ അതിൻ്റേതായ കൊച്ചുമക്കളൊക്കെ അച്ഛൻ പറയും പോലെ കൊച്ചുമക്കളൊക്കെ ആയി കഴിയുമ്പോൾ ഞങ്ങളുടെ ഇച്ചിരി സമയങ്ങളൊക്കെ കുറയും. അപ്പോൾ നമ്മൾ അതൊക്കെ നോക്കി അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഞാൻ റിട്ടയറായിട്ട് 2 വർഷം ആകാറാവുന്നു. ഹസ്ബൻഡ് റിട്ടയർഡാണ്. പിന്നെ എനിക്ക് 2 ആൺകുട്ടികളാണ്. മൂത്താടെ പക്ഷേ ഇനിയൊക്കെ നമുക്കൊന്ന് കാണുന്നുണ്ട്. ഞങ്ങളുടെ ക്ലാസ്മേറ്റ് തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് പേരെങ്ങനെ നമുക്ക് കാണുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും ഒരിക്കൽ കൂടി വന്നതിന് എൻ്റെ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. തിരുമുറ്റത്തൊരു കോണിൽ നിൽക്കുന്നൊരാണെല്ലി മരമൊന്നൊരുത്തുവാൻ മോഹം. മരമൊന്നൊരുത്തുവാൻ മോഹം. അടരുന്ന കായ്മണികൾ കൊഴിയുമ്പോൾ ചെന്നെടുത്ത് അതിലൊന്നു തിന്നുവാൻ മോഹം. സുഖമെഴും കയ്പും പുളിപ്പും മധുരവും നുകരുവാനിപ്പോഴും മോഹം. തൊടിയിലെ കിണർവെള്ളം കോരിക്കുടിച്ചെന്തു മധുരമെന്നോതുവാൻ മോഹം. എന്തു മധുരമെന്നോതുവാൻ മോഹം. ഒരു വട്ടം കൂടി എന്നോർമകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പിന്നെ സണ്ണി ഷാജു കമ്മിറ്റി അംഗങ്ങളൊക്കെ ഒത്തിരി പ്രയത്നിച്ചു. സണ്ണി ഷാജു ഒക്കെ ഒത്തിരി എൻ്റെ പെരവണിക്ക് ഒത്തിരി പ്രയത്നിച്ചു. എന്നിട്ട് മിനിമോള് സണ്ണിക്ക് പൊന്നാടി അണിയിച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി. അതുപോലെ നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മനസ്സിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പെങ്ങളുടെ അനിയൻ്റെ മോളുടെ കല്യാണം കലയന്തരി നടത്തുകയാണ്.
അവിടെ വെച്ച് അച്ഛനെ നേരിട്ട് കാണുന്നു, സംസാരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞ് തിരിച്ചു വരുന്നു. ന്യൂമാൻ കോളേജിൻ്റെ ജംഗ്ഷൻ്റെ അവിടെ വെച്ച് നാലുവരി റോഡാണല്ലോ, അവിടെ വെച്ച് വേറെ 2 ആൺപിള്ളേരാണ്, ന്യൂമാനി പഠിക്കുന്ന പിള്ളേരായിരുന്നു. എതിരെ വന്ന് ഒരു തട്ട് തട്ടി ഞങ്ങൾ 3 പേരും വീണു. എനിക്ക് ചെറിയതായിട്ട് തലയ്ക്കൊരു മുട്ടും ഒക്കെ കിട്ടി. ഇവിടെ ചാഴിയാട്ട് ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തു, MRI ചെയ്തു, കുഴപ്പമൊന്നുമില്ല. എന്നാലും അതിൻ്റെ ചെറിയ വേദനയും കാര്യങ്ങളും ഇപ്പോൾ ഉണ്ട്, അത് പ്രശ്നങ്ങളൊന്നുമില്ല. ചേട്ടന് ഒരാഴ്ചയോളം തിരുമും കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു, കുഴപ്പമൊന്നുമില്ല. അച്ഛനെ ആദ്യമായിട്ട് കണ്ടിട്ട് പോയത്. അതുകൊണ്ട് ഞാൻ എന്തായാലും ഇതിനെ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു അതൊരു കാര്യം ചെയ്തോ, എനിക്ക് പ്രിഫറൻസ് അതിനാണെങ്കിൽ നീ പൊക്കോ, ഞാൻ കല്യാണത്തിന് പോക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിയുടെ കല്യാണത്തിന് വിട്ടു, ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അങ്ങനെ വളരെയേറെ ആഗ്രഹിച്ചിരുന്നൊരു കൂട്ടായ്മയാണ്. വളരെ സന്തോഷം. ഇതിൻ്റെ ഭാരവാഹികൾക്കും എല്ലാവർക്കും ഇത് കണ്ടക്ട് ചെയ്താണ്. ഒരുപാട് കഷ്ടപ്പെട്ടു ഇവർ. കഴിഞ്ഞ വർഷം ഇത് ആദ്യമായിട്ട് കണ്ടക്ട് ചെയ്തതാണ്. അപ്പം അത്രയും വിഷമം ഈ വർഷം ഉണ്ടായി കാണില്ല അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ടു. വിരോചനൊക്കെ ഉണ്ടെങ്കിലും അതെ ആദ്യമാണെന്ന് തനിക്കൂട്ടാനായിട്ട് ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. പക്ഷെ അത്ര ഉണ്ടായി കളഞ്ഞാലും കഷ്ടപ്പാട് തന്നെ ഉണ്ടായിരുന്നില്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ഭാരവാഹികൾക്കും ഇപ്പോൾ വന്ന എൻ്റെ കൂട്ടുകാർക്കും ഒരുപാട് കാലം കൂടി കണ്ട് കഴിഞ്ഞ പ്രാവശ്യം വരാത്തവരൊക്കെ ഇപ്രാവശ്യം വന്നിട്ടുണ്ട്. അവരൊക്കെ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്നവർ ഇപ്രാവശ്യം വരാത്തവരുണ്ട്. അവരെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, നടന്നില്ല. പിന്നെ ഇപ്പം ഞാൻ പോന്നപ്പം ബൈ ചാൻസിൽ രാവിലെ തന്നെ വഴിക്ക് വെച്ച് വിളിച്ചു. ഞാൻ വാഴക്കുളം എത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ ബസ്സിനാണ് പോകുന്നത്. അപ്പോൾ രാവിലെ വിളിച്ച് ഞാനും ബാബുവും വരണുണ്ട്, അപ്പം നീ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ വാഴക്കുളയെന്ന് പറഞ്ഞു. എന്നാൽ നീ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി നിൽക്കുക, ഞങ്ങൾ വന്നിട്ടുണ്ട്, ഞങ്ങൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ സ്മിത ഹോസ്പിറ്റലിൽ അവിടെ ഇറങ്ങി. അന്നേരം മോളി ഉണ്ടായിരുന്നു വണ്ടിയിൽ, മോളിനെ കൂട്ടിയാണ് അവർ വന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരോടെയാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അത് എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ കരിമൂടൂർ വന്നിട്ട് ഓട്ടോയൊക്കെ വിളിച്ച് ഞാൻ വരുന്നതിന് താമസിക്കും. പോലെ തന്നെ പ്രൈസ് സ്ട്രോങ് എൻ്റെ അവിടെ വെച്ചായിരുന്നത്. അപ്പോൾ ആ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. 4 വരിയ പാടുകളെങ്കിലും ആദ്യത്തെ പ്രോഗ്രാമിന് അതിൽ ഞാൻ എനിക്ക് മോശമാവുമല്ലോ, അപ്പോൾ സമയത്ത് വരണമല്ലോ എന്നൊരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം സോൾവ് ചെയ്ത് നേരത്തെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് ഞങ്ങൾ ജാൻസി, സോഫിയമ്മ ഇവർ 2 പേരും മണ്ഡപത്തിൽ അവരെ നിൽക്കണം പാമ്പ് കൊണ്ടു ഞങ്ങൾ പോകുന്ന വഴിക്ക്. പിന്നെ അവരും പിക്ക് ഞങ്ങൾ ഒരു വണ്ടി ആൾക്കാരായിട്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾ വന്നപ്പോൾ സ്ട്രെങ്ത് ആയി. അങ്ങനെ ഇത്രയുടെ എത്തി. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അടുത്ത വർഷം ഇല്ലേ നമ്മുടെ കൂട്ടായ്മ? പിന്നത്തെ വർഷമുള്ളോ? ഇങ്ങനെ തീരുമാനിച്ചിട്ടില്ല അല്ലേ? തീരുമാനിച്ചില്ല. ആയിക്കോട്ടെ. എന്തായാലും ഒത്തിരി വൈകാതെ ഇടയ്ക്കൊക്കെ വെക്കുന്നത് നല്ലതായിട്ടോ, ഞങ്ങൾക്കൊക്കെ ഒന്ന് കാണാമല്ലോ. ഈ സിബിയച്ചനൊക്കെ ആണെങ്കിലും അന്ന് കണ്ടതിന് 2 കൂട്ടായ്മ കണ്ടതിനെ കണ്ടിട്ടില്ല. എനിക്ക് അച്ഛൻ ആ വഴി മഞ്ഞില്ലാന്നോളൂ, അല്ലെങ്കിൽ വരുമ്പോൾ എൻ്റെ അടുത്ത് ഇനി ആ വഴി പോകണമെങ്കിൽ വരണം വെച്ചാൽ വിളിച്ചിട്ട് വരണേ. എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ഓർമ്മകൾ എനിക്കുണ്ട്. ഞാൻ ആദ്യം കയറി വന്നപ്പോൾ നോക്കിയത് നമ്മുടെ വോളിബോൾ കോർട്ടിലേക്കാണ്. കാരണം ഇപ്പോൾ അത് വിജനമായിട്ട് കിടക്കുന്നു. വർഷങ്ങളോളം വോളിബോൾ പരിശീലിപ്പിച്ച ഒരു അധ്യാപകൻ നമ്മുടെ ലേഡി സാറുണ്ടായിരുന്നു. സാറിൻ്റെയൊക്കെ ശിക്ഷണത്തിൽ രാവിലെ 8 മണി മുതൽ ഒരു 9-9:30 വരെ വോളിബോളിൻ്റെ കോച്ചിങ് ഉണ്ടായിരുന്നു. അന്ന് വോളിബോൾ ടീമിൽ, ജില്ലാ ടീമിൽ വരെ എത്തിയ ആ സംഭവങ്ങളൊക്കെ ഓർക്കുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ ആരുമില്ല. ഞങ്ങളുടെയൊക്കെ പ്രായത്തിൽ നിന്ന് വോളിബോൾ കളിക്കാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഓരോരോ നാട്ടിലായിട്ട് പോയതുകൊണ്ട് ഇപ്പോൾ ആരുമില്ലാതെ വിജനമായിട്ട് കിടക്കുന്ന ഒരു വോളിബോളിന് കോർട്ട് കണ്ടു കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ദുഃഖമുണ്ട്. എങ്കിലും ശരി, നെയ്ശ്ശേരിയുടെ ഓർമ്മകൾ എന്നും വളരെ വലുതാണ്, എന്നും മഹത്തരമാണ്. കാരണം ഓടിക്കളിച്ച ഈ സ്കൂൾ മുറ്റം, ആദ്യം പറഞ്ഞ കണക്ക് ഇവിടെ പാട്ടുപാടി കണക്ക് ഒരു വട്ടം കൂടിയെന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം എന്ന് പറഞ്ഞ കണക്ക് വീണ്ടും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ +2 വിദ്യാഭ്യാസം 10ാം ക്ലാസ് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഈ അന്ന് അച്ഛന്മാരൊക്കെ സ്കൂളിൽ വരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതായത് സഭയിലേക്ക് വൈദികനാകാൻ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികളെ സെലക്ട് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഞാൻ ഓർക്കുന്നത് സീമയിൽ ഒരു അച്ഛൻ വന്നിട്ട് 10ാം ക്ലാസ്സിലെ കുട്ടികളോട് ഏത് പൂവാണ് നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പൂവ് ഏതാണെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എഴുതി റോസപ്പൂവാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ ഈ റോസപ്പൂവിൻ്റെ പേരെഴുതിയ കുട്ടികളെ എല്ലാവരും വൈദികർക്കുള്ള കോച്ചിങ് ക്ലാസ്സിലേക്ക് തിരഞ്ഞെടുത്തു. അങ്ങനെ നമ്മുടെ ഇവിടെ കറുകുറ്റിയിൽ CMIയുടെ കറുകുറ്റി ക്യാമ്പിലേക്ക് എനിക്ക് ക്ഷണം കിട്ടി. ഞാനങ്ങനെ പോയി. അങ്ങനെ മിഷൻ വർക്കിന് വേണ്ടിയിട്ട് ഗുജറാത്തിൽ പോയി
പോയി. അവിടെയാണ് ഞാൻ എൻ്റെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം. ജാംനഗറാണ്. കേരളത്തെ പോലെ വളരെ മനോഹരമായ സുന്ദരമായ ഒരു നാടാണ്. അച്ഛന്മാരും സിസ്റ്റേഴ്സൊക്കെ ഒത്തിരിയുള്ള സ്ഥലമാണ്. അവിടെ CMIയുടെ ക്യാമ്പസ് ഉണ്ടായിരുന്നു. അവിടെ സെൻറ്റ് സേവിയേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ജാംനഗർ, അവിടെയായിരുന്നു എൻ്റെ പ്രീ-ഡിഗ്രി വിദ്യാഭ്യാസം. വൈദികനാകണം എന്ന് വളരെയധികം ആഗ്രഹമുള്ളവർക്ക് കൂടുതലായിരുന്നു. പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് കിട്ടിയില്ല. മാൻ പ്രപ്പോസസ് ബട്ട് ഗാഡ് ഡിസ്പോസസ് എന്ന് പറയാറുണ്ട്. അത് അങ്ങനെ എനിക്ക് സെലക്ഷൻ കിട്ടാതെ തിരിച്ചു പോരേണ്ടി വന്നു. തിരിച്ചു വന്ന് ഇവിടെ ഡിഗ്രിക്ക് ചേർന്നു. ഡിമൻ കോളേജിൽ ഞാൻ ലിറ്ററേച്ചറിന് കൊടുത്തു എങ്കിലും എനിക്ക് കിട്ടിയില്ല. കാരണം മാർക്ക് അല്പം കുറവായിരുന്നു ഇംഗ്ലീഷിന്. പക്ഷേ ചെറുപ്പം മുതൽ എനിക്ക് ഇംഗ്ലീഷ്, ഞാൻ ഈ ക്രിക്കറ്റ് കമൻട്രിയും അതുപോലെ ഹോക്കിയുടെ കമൻട്രി എല്ലാം കേൾക്കുമായിരുന്നു, റേഡിയോ കൂടി കേൾക്കുമായിരുന്നു. ഇംഗ്ലീഷ് എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അപ്പോൾ ലിറ്ററേച്ചർ എനിക്ക് കിട്ടിയില്ല. ഞാൻ ഒരു കാര്യം ഇക്കണോമിക്സ് കിട്ടി. ICയിൽ എൻ്റെ കൂടെ പഠിച്ചത് വന്ന ജെറോം ഉണ്ടായിരുന്നു ചെമ്പഴീക്കിൽ. ഞാൻ ജെറോമൊക്കെ ഒന്നിച്ചാണ് ICയിൽ ഇക്കണോമിക്സിന് ഡിഗ്രി പഠിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ആ ഇംഗ്ലീഷിൻ്റെ ആ ഒരു പ്രാധാന്യം എനിക്കുണ്ടായിരുന്നതുകൊണ്ടും അല്ലെങ്കിൽ ഇഷ്ടമായിരുന്നുകൊണ്ടും വളരെ ഇഷ്ടമായിരുന്നുകൊണ്ടും ഞാൻ ഈ ഡിഗ്രി ഇക്കണോമിക്സിൻ്റെ ജനറൽ ഇംഗ്ലീഷിന് ഡിഗ്രിയുടെ ജനറൽ ഇംഗ്ലീഷിന് ഫസ്റ്റ് ക്ലാസ് കിട്ടി. അതിൻ്റെ ബേസിസിൽ പാലാ സെൻറ് തോമസിൽ അഡ്മിഷൻ PGക്ക് കിട്ടി. MA ഇംഗ്ലീഷായിരുന്നു. കോതമംഗലം MA കോളേജിലും അതുപോലെ പാലാ സെൻറ് തോമസ് കോളേജിലും രണ്ടിടത്തും ഒരുമിച്ചാണ് എനിക്ക് കാർഡ് വന്നത് അഡ്മിഷനുള്ളത്. അപ്പോൾ ഞാൻ കോളേജ് നോക്കി കഴിഞ്ഞപ്പോൾ പാലാ സെൻറ് തോമസിൻ്റെ ക്യാമ്പസിൽ പോയി കണ്ടു. എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു. അത് മാത്രമല്ല അതിൻ്റെ ലൈബ്രറി വളരെ വിശാലമായ ലൈബ്രറിയാണ്. ആയിരക്കണക്കിന് പുസ്തകങ്ങളുള്ള ലൈബ്രറിയാണ്. അപ്പോൾ പോയി ഇരുന്ന് വായിക്കാനും അതുപോലെ നോട്ട്സൊക്കെ എഴുതാനൊക്കെ ഒത്തിരി നല്ലൊരു ലൈബ്രറി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് സെൻറ് തോമസ് കോളേജ് തന്നെ തിരഞ്ഞെടുത്തു. 88-90 കാലഘട്ടത്തിൽ PG കഴിഞ്ഞു. കേരളത്തിലെ 2ാം സ്ഥാനത്തുള്ള ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അന്ന്. ഞാനിപ്പോഴും എൻ്റെ ഗുരുക്കന്മാർ ഓർക്കുന്നു. കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന PGക്ക് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോയി വിരുന്ന് കൊടുക്കുന്ന അധ്യാപകനായിരുന്നു എനിക്കുണ്ടായിരുന്ന എൻ്റെ ഒരു പ്രിയപ്പെട്ട ഗുരുനാഥൻ. ഇന്ന് അദ്ദേഹം പാലാ സിവിൽ സർവീസ് അക്കാഡമിയുടെ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് അവിടെ പാലായിലുണ്ട്. അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ്, മാത്യു ജോസഫ്. അപ്പോൾ അങ്ങനെ സെൻറ് തോമസിൽ PG കഴിഞ്ഞു. അതിനുശേഷം 2 വർഷം പഠിപ്പിക്കാനായിട്ട് പോയി. അധ്യാപനം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ ഇന്നും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഗുരുക്കന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് അധ്യാപനത്തിലേക്ക് തിരിഞ്ഞാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ലാംഗ്വേജ് ആയിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, ഇവിടെ PC ജോസഫ് സാറൊക്കെ നല്ല തല്ല് തന്ന് പഠിപ്പിച്ചവരോട് സാറിൻ്റെ തല്ലൊക്കെ ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടി. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചേട്ടൻ്റെ വക തല്ല് കിട്ടും, ഇവിടെയാണെങ്കിൽ സാറിൻ്റെ വക തല്ല് കിട്ടും. അങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചത് കൂട്ടത്തിലാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് എടുക്കാൻ തന്നെയായിരുന്നു എനിക്ക് താല്പര്യം. ഞാൻ ലിറ്ററേച്ചർ എടുത്ത് പഠിച്ചു PGക്ക്. അതിനുശേഷം 2 വർഷം പഠിപ്പിച്ചു. അവിടെ നിന്ന് കാശുണ്ടാക്കി, സ്വന്തമായിട്ട് കാശുണ്ടാക്കി. പിന്നെ പാലാ സെൻറ് തോമസ് ട്രെയിനിങ് കോളേജിൽ B.Ed ചേർന്നു. അവിടുന്ന് B.Ed പാസ്സായി. അതിനുശേഷം 98-ൽ ആദ്യം 98-ൽ +2ൻ്റെ അപ്പോയിൻമെൻറ്റ് ആദ്യം വന്നപ്പോൾ കരിമണ്ണൂർ ഞാൻ 1 ലക്ഷം രൂപ കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്തിരുന്നു ടീച്ചിങ് പോസ്റ്റിലേക്ക്. പക്ഷേ അത് കിട്ടിയില്ല. അതുകൊണ്ട് മുതലക്കടത്ത് വന്നു. മുതലക്കടത്ത് എൻ്റെ അപ്പോയിൻമെൻറ്റ് 1999 നവംബർ 22, 99 നവംബർ 22-ാം തീയതി +2 അധ്യാപകനായിട്ട് മുതലക്കടത്ത് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ്. ഏകദേശം 10-11 വർഷത്തെ സർവീസ് അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം കരിമണ്ണൂർ ട്രാൻസ്ഫർ വാങ്ങി കരിമണ്ണൂർ വന്നു. കരിമണ്ണൂരിൽ നിന്ന് റിട്ടയർ ചെയ്തു. 2020 മെയ് 31-നായിരുന്നു. നമുക്കറിയാം, ഒരു പാൻഡമിക് ലോകത്തെ ആകെ വിറപ്പിച്ചൊരു സമയമായിരുന്നു കൊറോണ. അപ്പോൾ ആ സമയത്തായിരുന്നു ഞാൻ എൻ്റെ റിട്ടയർമെൻറ്റ് 2020 മെയ് 31-നായിരുന്നു. ആരെയും വിളിക്കാൻ പറ്റിയില്ല, ആരോടും പറയാനും പറ്റിയില്ല. കാരണം അന്ന് 5 പേരിൽ കൂടുതൽ ആർക്കും ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധ്യമല്ലായിരുന്നു. എൻ്റെ വീട് കയറിക്കൂടില്ല. വീട്ടിൽ വന്ന് ബിനോച്ചൻ മാത്രമേ ഉള്ളൂ. ബിനോച്ചൻ വീട്ടിൽ വന്നിരുന്നു. ബിനോച്ചിനെ അനുസരിച്ച്, കാരണം അന്ന് ബിനോച്ചിനടുത്താണ്. അപ്പോൾ ഞാൻ മിക്കവാറും ബിനോച്ചിനെ കാണുന്നത്. ബിനോച്ചൻ കടയിൽ വരാറുണ്ട്. അവളെ ഷാജുവൊക്കെ പല പ്രാവശ്യം കടയിൽ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ബിനോച്ചൻ മാത്രമേ എനിക്ക് വീട്ടിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചില്ല. എൻ്റെ സ്വന്തം വീട്ടിലെ ആൾക്കാരെ പോലും എനിക്ക് വിളിക്കാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഈ വീട് വെഞ്ചിരിപ്പിന് അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അന്ന് ജോസഫ് അടപ്പനച്ഛനായിരുന്നു. അച്ഛൻ പറഞ്ഞു, നീയും നിന്റെ വീട്ടിൽ 4 പേരും ഞാനും മതി, വേറെ ആരും വേണ്ട. കാരണം അന്ന് അച്ഛന്മാർക്കെതിരെ കേസെടുക്കുമായിരുന്നു ആളെ കൂട്ടിക്കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട്
അങ്ങനെ റിട്ടയർമെൻറ്റും അതുപോലെ വീട് വെച്ചിരിപ്പം ഏകദേശം ആരുമില്ലാതെ നടത്തേണ്ടി വന്നു. അതിൻ്റെ ദുഃഖം എനിക്കുണ്ട്. പിന്നെ പല പ്രാവശ്യം ഞാൻ ഒരു പരിപാടി വയ്ക്കാനായിട്ട് എല്ലാവരും വിളിക്കാനായിട്ട് ആലോചിച്ചെങ്കിലും എല്ലാം ഈ കൊറോണയുടെ പ്രശ്നം കാരണം മാറിപ്പോയി. ഇപ്പം ഇല്ല, ഇപ്പം കൊറോണ ഇല്ല. ഇനി നടത്താം, ഇനി നടത്തുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് വിളിക്കണം എന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ആഴ്ചയിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞോട്ടെ. അപ്പോൾ ഈ +2-നിടയ്ക്ക് ചെറിയൊരു ജോലി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വൈഫ് ഫാർമസിസ്റ്റാണ്. കല്യാണം നടത്തി തന്നത് CVH-നാണ്. കല്യാണം കഴിച്ചത് CVH-നാണ്. വൈഫിൻ്റെ വീട് നമ്മുടെ ആയവനെയാണ്. വീട്ടുപേര് കല്ലിങ്കൽ എന്ന് പറയും. അവള് ഫാർമസിസ്റ്റാണ്. അപ്പം അന്ന് ഫാർമസിസ്റ്റ് കടയിലാണ് നിൽക്കുക. കടയിൽ വലിയ ശമ്പളമൊന്നുമില്ല. അപ്പോൾ എനിക്കുള്ള ചെറിയൊരു ജോലിയുണ്ട്. എങ്ങനെയെങ്കിലും ഒരു ഷോപ്പ് തട്ടിക്കൂട്ടിയാലെന്നുള്ളൊരു ആഗ്രഹം, മെഡിക്കൽ ഷോപ്പ് തുടങ്ങിയുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെന്ന് ചാടിയത് ആദ്യം അത് വലിയൊരു കഥയാണ്. വലിയൊരു കഥ എന്ന് പറഞ്ഞാൽ മൂലകടത്ത് ഞാൻ ആദ്യം പഠിപ്പിക്കാനായിട്ട് വന്നപ്പോൾ മൂലകടത്താണ് എനിക്ക് ഷോപ്പ് തുടങ്ങാൻ ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ പള്ളിക്കെട്ടിലൊരു മുറി ഞാൻ അതിന് ബുക്ക് ചെയ്തിരുന്നു. പക്ഷേ അത് നിർഭാഗ്യവശാൽ ആ മുറി കിട്ടിയില്ല. ഒരുപക്ഷെ അത് കിട്ടാത്തത് തന്നെ ഭാഗ്യമെന്ന് ഞാൻ കരുതുന്നു. കാരണം ഇന്ന് എൻ്റെ കടയിരിക്കുന്നത് മൂലകടത്ത് ഹാർട്ട് ആ സെൻറ്ററിലാണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് മൊത്തം മൂലകടത്താണ്. നല്ലൊരു സെൻറ്റർ കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ മുത്തപ്പിന് അനുഗ്രഹമായിരിക്കും അങ്ങനെ ഒരു കട എനിക്ക് അവിടെ കിട്ടാനായിട്ട് പറ്റിയത്. ആ കട തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 13 വർഷം ആകുന്നു മൂലകടത്ത് കട വന്നിട്ട്. അപ്പോൾ ഈ കട തുടങ്ങിയത് 2011-ലാണ്. 2011 കട തുടങ്ങി. ഇപ്പോഴും കടയുണ്ട്. ഞാൻ റിട്ടയർ ചെയ്തത് 2020-ലാണ്. അപ്പോൾ ഇംഗ്ലീഷിനെ ബേസ് ചെയ്ത് ഒരു ചെറിയ അക്കാഡമി തുടങ്ങണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ആ അക്കാഡമി എൻ്റെ സ്വപ്നം. അങ്ങനെ പൂണിയാൻ പോകുന്നു. ഈ മാസം മിക്കവാറും അത് ഉദ്ഘാടനം ചെയ്യും. അക്കാഡമി IALS, OIT, PTE അതുള്ളൊരു അക്കാഡമിയാണ്. എൻ്റെ മെഡിക്കൽ ഷോപ്പിനോട് തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സാണ്. പാലക്കാടുമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സൗകര്യമാണ്. സ്കൂളുകളൊക്കെ ഉണ്ട്. അതുപോലെ അറിയുന്ന ആൾക്കാർ ഒത്തിരി ഉണ്ട്. ഞാൻ 10-20 വർഷമായിട്ട് പാലക്കാടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു അക്കാഡമി ഞാൻ പിന്നീട് ഇട്ടുകൊള്ളാം. നമ്മൾ വാട്സാപ്പിൽ ഇട്ടുകൊള്ളാം. പക്ഷെ എല്ലാവരും വിളിച്ചോളാം. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ അത് വലിയ താമസമല്ലാതെ ഈ മാസം മിക്കവാറും തന്നെ ഉണ്ടാവും. അപ്പോൾ അതും കൂടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ ഡേറ്റ് എൻ്റെ സമയം തുടങ്ങുന്നത് രാവിലെ ഒരു 4:45-5 മണിയാകുമ്പോൾ എഴുന്നേക്കും. 5 മണിയാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ കുളിച്ച് റെഡിയായി പള്ളിയിൽ പോകും. അതിനുശേഷം വീട്ടിൽ വരും, കാപ്പി കുടിക്കും, നേരെ കടയിൽ പോകും. 8-8:15 കട തുറക്കും. പിന്നെ രാത്രി ഒരു 10:30 തിരിച്ചു പോകും. അപ്പോൾ അങ്ങനെ പോകുന്നു. ഈ അക്കാഡമി കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ സമയം നല്ല തിരക്കായിരിക്കും. ഇപ്പം നല്ല ഇതാണ്. അപ്പോൾ അങ്ങനെ പോകുന്നു. മക്കൾ 2 പേര്. മോൻ്റെ പേര് റോഷൻ. അവൻ PhD ചെയ്യുന്നു. NIT-ലാണ് കർണാടക. ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാവർക്കും നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെ പരിപാടികൾ നടത്താനായിട്ട് നമുക്ക് ഇടവരട്ടെ. ഇച്ചിരി ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി, ഒരു ടൂറൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് നല്ലൊരു പരിപാടിയായിട്ട് പോകാനായിട്ട് ഇടവരട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു സംഭവമായ പരിപാടി പഠിപ്പി പൂർത്തിയാക്കി ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് അവിടെ വീണ്ടും പോയി തൃശ്ശൂർ പോയി ITI 2 വർഷത്തിൽ 3 വർഷം പഠിച്ചു. അതും പാസ്സായി. അതും ഫീൽഡ് നമുക്ക് രക്ഷയില്ലാന്ന് കണ്ടപ്പോൾ ഇന്ന് ബിസിനസ്സിലേക്ക് കിടക്കാമെന്നില്ല. അങ്ങനെ ടൗണിൽ വന്നൊരു കുഞ്ഞ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് എല്ലാ ഒരു ഫെസിലിറ്റി വന്നെങ്കിലും അത് ഫ്ലോപ്പായി. അവിടെ എന്നാൽ അടുത്ത പരിപാടി എന്നാൽ കൃഷി മേഖലയിൽ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് യാത്രയാണ്. അങ്ങനെ കുറേ സ്ഥലമൊക്കെ മേടിച്ച് ഒരു 7-8-9 വർഷക്കാലം പണിയെടുത്തത് ഈ ഫീൽഡ് നമുക്ക് ശരിയില്ല. മുങ്ങണം. എല്ലാവരും ഗൾഫോളം ഉണ്ടാക്കിയപ്പോൾ എനിക്കും തോന്നി ഗൾഫോളം. ഞാനും വിട്ടുപോയി. ആ വണ്ടി വിട്ട് ഒരു 15 വർഷം അവിടെ കിടന്നു. അപ്പോൾ തോന്നിയേ അന്തിക്ക് പണി എടുത്തിട്ട് നമുക്ക് കാശുണ്ട്, നമ്മുടെ നാട്ടിലെ കാശുണ്ട്. തിരിച്ചു കയ്യിലിരിപ്പ് മോശമായിട്ടുള്ളതാണ് സത്യം. എങ്കിലും അപ്പം വിവാഹിതനല്ല, ഒറ്റയാളാണ്. അങ്ങനെ ജീവിക്കുമ്പോൾ തോന്നുന്നത് പെണ്ണ് കിട്ടിയാൽ നന്നാവും. കിട്ടിയാൽ കെട്ടി. നിങ്ങളൊക്കെ പറയുമ്പോൾ പേരക്കുട്ടികളൊന്നും എനിക്കില്ല കേട്ടോ. എൻ്റെ മൂത്ത കുട്ടി 10ാം ക്ലാസ്സിൽ ഈ വർഷം എഴുതാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് പേരക്കുട്ടി എടുത്തെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ 2 പിള്ളേരുണ്ട്. ഒരാൾ ഒരു പെണ്ണും, ഒരാൾ 10-ൽ, ഒരാൾ 7 പഠിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി കൃഷി മേഖല ശരിയല്ല. നിങ്ങളെല്ലാവരും അവസാനം പറഞ്ഞു വരുന്ന ഒരു ഭാഗമാണ് സുഖമാണ്, സന്തോഷമാണ്, സുഖമായിട്ട് ജീവിക്കുന്നത്. എനിക്കൊരു സുഖ സന്തോഷമൊന്നും തോന്നില്ല. കാരണം കൃഷിക്കാരെ എങ്ങനെ രക്ഷപ്പെട്ടു? കൃഷിക്കാരെ എങ്ങനെ രക്ഷപ്പെട്ടത്? ഒരിക്കലും രക്ഷപ്പെടുകയില്ല. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു ബിസിനസ് കട്ടി. അതിൻ്റെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്.
ഞാനൊരു ആടുഭം തുടങ്ങി. കുറച്ചേ ഉണ്ടാകുന്നുള്ളൂ. ഒരു 10-50 ഉണ്ടാകും. ഭയങ്കര ലാഭകരമായത് ഒരു 3 വർഷം കൊണ്ട് അതും തോന്നാം. അപ്പൊ തോന്നി ആടിന് താടി ഉണ്ടെങ്കിൽ എനിക്കെന്തുകൊണ്ട് താടി കിട്ടുള്ള ആ ഒരു ചിന്തയിലാണ് ഇത് പറഞ്ഞത്. ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം പോയത്. പക്ഷെ ഞാൻ സന്തോഷവാനാണോ എന്ന് ചോദിച്ചാൽ അത്രേ ഉള്ളൂ. പൂർണ്ണമായിട്ടും നിങ്ങളെല്ലാവരും പറയുമ്പോൾ സന്തോഷമാണ് സുഖമാണ്. ഒരിക്കലില്ല. നിങ്ങൾക്ക് ആരെങ്കിലും മനസ്സ് തുറന്ന് പറയാം 100% സന്തോഷമായിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ പറയാം? 100% ഇല്ല. അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ്. പറ്റിയില്ല. അത് ഇപ്പോഴും സൈഡ് ബിസിനസ് ആയിട്ട് എല്ലാം ഓടുന്നുണ്ട് കേട്ടോ. എല്ലാം കൊണ്ടും ഇപ്പോഴും ഉണ്ട്. ഒന്നും കളഞ്ഞിട്ടില്ല. ഇന്നലെ നാളെ പ്രതീക്ഷയാണല്ലോ എല്ലാവരും മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷയില്ലാത്തവൻ ഒരിക്കലും ജീവിക്കില്ല. അങ്ങനെയുണ്ട്. നാളെ രക്ഷപ്പെടണം. അതാണ് നാല് കാലം വലിച്ച് കെട്ടിലെ കിടക്കുന്നത്. അപ്പോൾ ഒരു നാളെ രക്ഷപ്പെടുക. എന്തിനാ 90 വയസ്സുണ്ട് അപ്പോൾ പറയും ഞാൻ നാളെ രക്ഷപ്പെടുന്നു. എങ്ങോട്ട് രക്ഷ ശിവത്തേരിയിലേക്ക് രക്ഷപ്പെടുക. ഇതൊക്കെയാണ് നമ്മളൊക്കെ ജീവിതം. പിന്നെ നമ്മളെല്ലാം ഒരു കൂച്ചു പറയാം ഹാപ്പി അടിപൊളി ഒന്നുമില്ല. ഒരു ഹാപ്പി ആയിട്ട് ഇതൊക്കെ തന്നെയാണ് ജീവിതം. ശരിയല്ലേ? ആർക്കെങ്കിലും നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു ഉത്തമ കൃഷിക്കാരനായിട്ട് ഇപ്പം ഞാനൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ കൃഷികളും ഉണ്ടെന്ന് എല്ലാം ഉണ്ട്. ഏറെക്കുറെ പുള്ളിക്കറിയാം, ശീലക്കറിയാം പല കാര്യങ്ങളൊക്കെ. ശരിയല്ലേ? അങ്ങനെ എല്ലാ കൂട്ടം കൃഷികളും പരിപാടിയൊക്കെ ആയിട്ട് സുഖമായിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് രാവിലെ ആരെയും സല്യൂട്ട് ചെയ്യില്ല. നമുക്ക് ഒരു 10 പേരെങ്കിലും ഒന്ന് സല്യൂട്ട് ചെയ്യും. സാർ ഇല്ല മുതലാളി ഇല്ല ചേട്ടാ വിളിക്കും. അല്ലാതെ എല്ലാവരും പോയിട്ട് അങ്ങോട്ടല്ലേ സാർ വിളിക്കും. നമ്മളെ സാറേ വിളിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആ രീതിയിൽ ഞാൻ ഹാപ്പിയാണ്. ഞാനൊരു അപ്പോൾ ഇനി വേറെ വിശേഷം ഇങ്ങനെയൊക്കെയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ബാക്കി നിൽക്കുന്നു. അപ്പോൾ ഞാൻ കയറും. പക്ഷിയെ പോലെ ഞാൻ പിടിച്ച് കയറുന്ന വിചാരം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതാണ് വേണ്ടത്. പ്രതീക്ഷയില്ലെങ്കിൽ മനുഷ്യന് ജീവിതം മുന്നോട്ടുണ്ട്. ഒരിക്കലും ഇല്ല. പ്രതീക്ഷ ഉണ്ട്. ആ കൂടെ ലോട്ടറി എടുക്കും. കാരണം എനിക്ക് അടിക്കും. എല്ലാവരും എടുക്കുന്നില്ലേ? എത്ര അടിക്കുന്നുള്ള പ്രതീക്ഷകൾ കൊണ്ടാണ് നമ്മൾ 40 രൂപ കൊടുത്ത് ലോട്ടറി എടുക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്തത്. പിന്നെ ഇത്ര വർഷമല്ല ഒരെണ്ണം. അത് എല്ലാവരും സാധാരണ മേടിക്കാറില്ല. എല്ലാ ദിവസവും അല്ല. എനിക്ക് എണ്ണപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്. അടി ഇട്ടാറേ ഉള്ളൂ, അടിക്കാറില്ല. അപ്പൊ എങ്ങനെയൊക്കെ അതുകൊണ്ട് രക്ഷപ്പെടാത്ത. പക്ഷെ മനസ്സ് നന്നായല്ല, അതാ പറ്റിപ്പോയത്. മനസ്സ് നന്നായാലേ രക്ഷപ്പെടൂ. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യം, നമ്മുടെ ജീവിതമാണ് നമ്മൾക്ക് ഏറ്റവും സുഖമായിട്ടുള്ളൊരു ജീവിതം. ഒന്നും അറിയണ്ട, ഒരു ടെൻഷനില്ല, ഒന്നും വേണ്ട. ഒന്നുമല്ലെങ്കിൽ വീട്ടിൽ പോയി കാരണവന്മാരുടെ ടൈം ടേബിൾ ഫീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 പൈസ മേടിച്ച് മുട്ടായി മേടിക്കും. ശരിയല്ലേ? മറ്റേ നമുക്ക് ആകെ ഒരു സ്റ്റാമ്പിൻ്റെ പൈസയേ ഉള്ളൂ. അപ്പോൾ പറയും കാരണവന്മാർക്ക് വിദ്യാഭ്യാസം വളരെ കുറവാണല്ലോ. 10 പൈസ എന്തിനാ ടൈം ടേബിൾ ഫീസ് കൊടുക്കാനാണ്. അങ്ങനെ മേടിച്ച് നമ്മൾ അടിക്കും. നമുക്ക് യാതൊരു ഉത്തരവാദിത്തങ്ങളോ ടെൻഷനോ കാര്യങ്ങളോ ഇല്ല. ഞാൻ പറ്റിച്ചിട്ടുണ്ട്. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണല്ലോ. പിന്നെ പിള്ളേരെ തന്നെ അത്യാവശ്യം കുസൃതിയൊക്കെ വേണം. ഞാൻ ഇച്ചിരി തരികടയൊക്കെ ആയിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന ആണല്ലോ. അത് വേണം തീർച്ചയായിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെയൊക്കെയാണ് എൻ്റെ ചരിത്രങ്ങൾ മുന്നോട്ട് പോകണത്. കുഴപ്പമില്ലാതൊക്കെ അങ്ങനെ പോകണുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അതെ അതെ. 6 സ്റ്റിച്ചിങ് ഉണ്ടായിരുന്നു. 2 ഇവിടെ 6 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. അതെല്ലാ വർഷവും ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ക്രിസ്മസ് പ്രമാണിക്കും. അപ്പൊ അങ്ങനെ ഇതിനൊക്കെ പേക്കിന്റെ ലാലിന് കൊടുക്കും. ഒക്കെ സാറിന്റെ പയ്യന് വൈഫ് നേഴ്സായിരുന്നു. ഞങ്ങൾ 10-20 വർഷം ഗൾഫിൽ സൗദിയിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ അത് നിർത്തി നാട്ടിൽ വന്ന് മടക്കത്താങ്ങ വാഴക്കാട് മടക്കത്താങ്ങ് സെറ്റിൽ ചെയ്യുന്നു. എനിക്ക് 3 കുട്ടികളാണ്. ആബുവാണ് എല്ലാവരും. പക്ഷേ ഇതിനുവേണ്ടി ആൾക്കാരെ ഫോൺ നമ്പറും കാര്യങ്ങളെല്ലാം സംഘടിപ്പിച്ച് ഇതിനുവേണ്ടി നമ്മുടെ ഷാജു ഷാജു അത് വ്യക്തിപരമായിട്ട് അങ്ങനെ ഇടവക്കാരനെ കേരളം എല്ലാവരും തന്നെ എല്ലായിടത്തും പോയി വീടുകളിലും അത് കണ്ട് ആ നമ്പേഴ്സൊക്കെ കളക്ട് ചെയ്ത് ഒത്തിരി ഷാജു അധ്വാനിച്ചു. പിന്നെ സണ്ണി വന്നതാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊരു നമ്മളൊരു ഇത് ഫോം ചെയ്യാൻ ഇങ്ങനെ കൂടാനും പറ്റിയ സണ്ണിയുടെ ആത്മാർത്ഥമായ പരിശ്രമമാണ്. കാരണം വെച്ചാൽ എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ അവനെങ്ങനെ അവൻ്റെ ഡ്യൂട്ടിയുടെ കൂടെ ഇതിനു വേണ്ടി ഇത്ര അധ്വാനിക്കുന്നത്. പത്മാവിയുടെ ഈ വീടിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം.
നമുക്കെല്ലാം അഭിമാനമായ ഒരു കാര്യമാണ് അത് സംഭവിച്ചത്. സണ്ണി ഷാജു ഇല്ലായിരുന്നെങ്കിൽ അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാര്യം ആൾക്കാർ പൈസ സ്ലോട്ട് ചെയ്യാൻ എല്ലാം റെഡിയാണ്. പക്ഷെ അതിനുവേണ്ടി അവരുടെ സമയം ചെലവഴിച്ച് അവർ അതിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ അവർ ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ്. അല്ലാതെ അവർ ഫ്രീ ആയിട്ടുള്ളവരൊന്നും ആ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ഷാജു എന്ന് പറയുന്ന ഷാജു കൃഷിക്കാരനാണ്. അവന് കാര്യങ്ങളുള്ളതല്ല. അതിനിടയ്ക്ക് അവന് വീട്ടിലെ കാര്യങ്ങളൊക്കെ ഷാജു സണ്ണി ഒത്തിരി നമ്മൾ പൈസ കൊടുത്തതിനേക്കാൾ ഉപരിയായിട്ട് അവരുടെ അധ്വാനം നമ്മൾ ഒരിക്കലും വിസ്മരിക്കരുത്. നമ്മുടെ ഗ്രൂപ്പിന് അവർ പ്രത്യേക എല്ലാം നിങ്ങളുടെ എല്ലാവരും പേരും അവർ രണ്ടുപേർക്കും ഈ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അഭിനന്ദനങ്ങളും ആശംസകളും. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു ഈ ഒരു വർഷത്തെ ഏറ്റവും നല്ലൊരു അനുഭവമാണ്. നമുക്ക് നമ്മുടെ സഹപാഠിക്കൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയെന്നുള്ളത് നമുക്ക് അഭിമാനമായ നേട്ടമാണ്. പല ഗ്യാതറിങ്സ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ആൾക്കാരോട് പറയാൻ പറ്റും ഞങ്ങളിങ്ങനെ കൂടി ഞങ്ങൾക്ക് കാര്യം ചെയ്യാൻ പറ്റി. അപ്പോൾ അതുകൊണ്ട് ഇതിനു വേണ്ടി നമ്മൾ ഒത്തിരി പേര് കഷ്ടപ്പെടുന്നത് അവരാണ് പ്രധാനമായിട്ട് ഒരു പ്രാവർത്തികമായി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും ഈ കൂടുതൽ നമുക്ക് ഇനി അടുത്ത വർഷം കൂടാൻ പറ്റും. വന്നിട്ടുള്ള വിൻസൻസ് ഒരു സത്യം പറഞ്ഞ 14 വർഷം കൂടി ഞാൻ വിൻസൻ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് സമയം വരാൻ പറ്റുന്ന സമയം ചിലപ്പോൾ വരും. അപ്പം അത് നമുക്ക് വേറെ കുറച്ച് പേരൊക്കെ വരാമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വരാത്തിരുന്ന സീന വന്നു. സീനയിൽ 10 ക്ലാസ് കഴിഞ്ഞ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അങ്ങനെ ഒത്തിരി പേര് നമുക്ക് കാണാൻ പറ്റിയ ഇതൊരു നല്ല സംഭവമാണ്. പക്ഷേ ഇതിനകത്ത് ഇതിനെ ഒത്തിരി ആൾക്കാരുണ്ട്. എൻ്റെ വൈഫ് ഇതിന് ഒത്തിരി അപേക്ഷിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഞാൻ പേഴ്സണലായിട്ട് അല്ല പറയുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിനകത്ത് ഭയങ്കര ഏകദേശമാണ്. അപ്പോൾ അവരെങ്കിലും ഒരു കൂട്ടായ്മ കൂട്ടായ്മ കൂടിയ അവർ വിളിച്ചോടി. അപ്പോൾ അങ്ങനെയുള്ള ഒത്തിരി അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ ഇതിനകത്ത് പലരും ഞാനോട് പേഴ്സണൽ ഇടയ്ക്ക് ഫോൺ വിളിക്കാറുള്ള അവരെ വിളിച്ച് തെറി പല സംഭവങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അങ്ങനെയുള്ള അതിനകത്തോട്ട് എനിക്ക് കൂടുതലായിട്ട് ആക്റ്റീവായിട്ട് അതിനകത്ത് പ്രത്യക്ഷപ്പെടാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സാറിനോട് പറഞ്ഞു ഞാൻ പിന്നിലുണ്ടെന്ന്. പക്ഷെ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വരാറുണ്ട്. അപ്പം അങ്ങനെ കാണാൻ ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു. അതുപോലെ ബീനെ നമ്മുടെ ബാച്ചിൽ ഏറ്റവും കൂടുതൽ മാർക്കൊക്കെ മേടിച്ചിട്ട് പാസ്സായി പോയ ആളായിരുന്നു. അപ്പോൾ അവരൊക്കെ ഏത് നിലയിലെത്തി എങ്ങനെയായി ഇവരെ കുടുംബ ചരിത്രങ്ങളൊക്കെ അറിയാൻ വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ എല്ലാവരും ഓരോരോ കഥകളൊക്കെ പറഞ്ഞു. ഒരുവിധം കുറച്ച് ആൾക്കാർ ഈ തവണ പുതിയതായിട്ടുണ്ട്. ബാക്കി എല്ലാവരും തന്നെ ഒരുവിധം പറഞ്ഞു. പുള്ളിക്കാരത്തി സീനാലെ നല്ല ഓർമ്മയില്ല, അപ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരെയും കാണാനും എല്ലാവരുടെയും വിവരങ്ങൾ അറിയാനൊക്കെ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ 22 വർഷം CRPF ജോലി ചെയ്തു. അവിടുന്ന് വന്നതിന് ശേഷം VRS എടുത്ത് പോലും എൻ്റെ വൈഫ് സ്കൂളിൽ സർവീസ് ചെയ്യാൻ ടീച്ചറായിട്ട് മലപ്പുറത്തായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുട്ടികൾ നോക്കാനോ കാരണന്മാർക്ക് വയ്യാതെ ആയതുകൊണ്ട് എനിക്ക് VRS എടുത്ത് പോരേണ്ടി വന്നു. 2 ആൺകുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് 10-30 വർഷമായിട്ട് അവിടെയായിരുന്നു. കഴിഞ്ഞ വർഷം വൈഫ് പെൻഷനായപ്പോൾ അവിടെ നിന്ന് വീടൊക്കെ വിറ്റ് പോന്നു. ഇപ്പോൾ ഞാൻ വാഴക്കുളത്ത് ആവോലി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ തറവാട് മലപ്പുറമാണ്. പ്രദേശത്തൊക്കെ മലപ്പുറത്ത് താമസിക്കുന്നു. അയൽവാസിയാണ് തോമസുട്ടി. സണ്ണിയൊക്കെ അയൽവാസിയാണ് നമ്മുടെ. കഴിഞ്ഞ എല്ലാവരും പറഞ്ഞ പോലെ കഴിഞ്ഞ ഇപ്പോൾ ഉണ്ടായ ആ ഒരു സന്തോഷം ഇത് കുറവാണ്. അത് നമുക്കിനി കുറച്ചുകൂടി കഴിഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരും 60 പേര് എത്രയോ ആൾക്കാർ വരാമെന്ന് പറഞ്ഞിട്ട് 58 പേരൊക്കെ മെസ്സേജ് അയച്ചിരുന്നു. വരാൻ പറ്റില്ലാത്തവർ അവരെങ്കിലും അങ്ങനെ മെസ്സേജ് അയക്കരുതായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനുള്ള അറേഞ്ച്മെൻ്റൊക്കെ ചെയ്തിട്ട് വെറുതെ അത് കൂടാൻ പറ്റാതെ പോകില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഒത്തിരി ആൾക്കാരുമായിട്ട് സ്നേഹത്തിലും ബന്ധത്തിലും നമുക്ക് ഒരുമിക്കാനുള്ള ഒരവസരമായിരുന്നു. പിന്നെ എനിക്ക് 2 ആളുകളാണ്. ഒരാൾ ഖത്തറിൽ ജോലിയാണ്. അവർ 2 പേരും. മൂത്തവനൊരു ചെറുപ്പം കൊച്ച്. രണ്ടാമത്തവൻ എൻ്റെ ഭാര്യ ഈ കഴിഞ്ഞ ദിവസം കാനഡയ്ക്ക് പോയി. അവന് 4 മാസം കഴിയുമ്പോൾ അവനും പോകും. അവനും ഒരു പെൺകൊച്ചാണ്. അതിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇന്ന് എന്ത് വന്നാലും ഇന്ന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്ന് വരുന്നു. എല്ലാവരെയും കണ്ടതിൽ വലിയ സന്തോഷം. എല്ലാവർക്കും എൻ്റെ ആശംസ. അപ്പമാണു നീ ദിവ്യകാരുണ്യമേ ബലിവേദിയും ഞങ്ങൾക്കായി മുറിയും അപ്പമാണു നീ
ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിരുന്നാളു നീ. മേശയ്ക്കു ചുറ്റും ഒരുമിച്ചു കൂട്ടുന്ന സ്നേഹവിളക്കാണു നീ. നിന്നതകൾ മറന്നൊന്നു ചേരാൻ ഐക്യത്തിൽ ഞങ്ങൾ വാഴാം. അവിചാരിതമായിട്ട് ഞാനിവിടെ ഞങ്ങളുടെ പെൻഷൻകാരുടെ ഒരു യോഗം നടന്നുകൊണ്ടിരിക്കുക. അവിടെ വന്നു. അപ്പോൾ അങ്ങനെയാണ് ഇന്നിവിടെ നിങ്ങൾ യോഗ കൂടണമെന്ന് ഇവിടെ എന്നാ ഞാൻ അങ്ങനെ വന്നു പോയ പിള്ളേരൊക്കെ ഇരിക്കാൻ കണ്ടിട്ട് പോകുന്ന തോന്നിയതെന്ന് കേട്ടിയതാണ്. എല്ലാവർക്കും എല്ലാവരുടെ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ സാറ് വന്ന് നമ്മളെ ഒന്ന് ആശംസകൾ അറിയിച്ച സാറിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഒരുപാട് കാലം കൂടി സാറിനെയും കാണാൻ പറ്റി. അതുപോലെ ഞാൻ വളരെ അപൂർവമായിട്ട് ഇങ്ങനെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ഒരു പ്രവാസിയായിട്ട് നാട്ടിൽ വിട്ട് പോകേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഇവിടെ ആരെയും കാണാൻ സാധിക്കാറില്ല. വിചാരിതമായിട്ടെന്ന് പറയാൻ പറ്റില്ല. ഞാൻ സണ്ണിയോട് കാര്യം വരാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ എനിക്കൊരു ഉറപ്പുണ്ടായിരുന്നില്ല. അമ്മച്ചി അസുഖമായിട്ട് ആയതുകൊണ്ട് ഞാൻ വരുന്നതിനെ പറ്റി ഒരു ഉറപ്പുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ സണ്ണിയോട് പറഞ്ഞു മിക്കവാറും ഞാൻ വരും, എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ വരുമെന്ന് പറഞ്ഞായിരുന്നു. ഉണ്ടായിരുന്നു. വരണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രോഗ്രാമൊക്കെ ഞാൻ ലൈവ് കണ്ടായിരുന്നു. അവിടെ ഞാൻ കണ്ടായിരുന്നു. സാബുവിൻ്റെ വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വരാനും എല്ലാവരും കാണാൻ പറ്റിയതിലും വളരെ സന്തോഷം. പിന്നെ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ ഇവിടുന്ന് സ്കൂളിൽ നിന്ന് പോയിട്ട് ന്യൂമാനിൽ സാബുവിൻ്റെ ഒക്കെ ഒപ്പം പ്രീ ഡിഗ്രി പഠിച്ചു. സാബു കുറച്ച് പേരുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടുന്ന് തന്നെ ഉള്ള കുറച്ച് പേരുണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ. അത് കഴിഞ്ഞ് അവിടെ തന്നെ BSc കഴിഞ്ഞു. BSc കഴിഞ്ഞിട്ട് ഞാൻ മദ്രാസിൽ ചെന്നൈയാണ് ചെന്നൈയിൽ MSW കഴിഞ്ഞിട്ട് ടാറ്റാ ടിയിൽ മൂന്നാർ ജോലി ചെയ്തിരുന്നു. ഒരു 5 വർഷം ഞാൻ ടാറ്റാ ടിയിൽ ജോലി ചെയ്തു. അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിച്ച് CBHNൊക്കെ കൂടിയാണ് കെട്ടിച്ചത്. കല്യാണം കഴിച്ചിരിക്കുന്നത് CBHN ഒരു ഫീറായിട്ട് പറഞ്ഞ ഫൈലി സാറിൻ്റെ ചേട്ടൻ്റെ മോളെയാണ് കല്യാണം കഴിച്ചത്. ഫൈലി സാറിൻ്റെ ചേട്ടൻ്റെ മോളാണ് ജെസ്സി ആണ് വൈഫ്. 2 പെൺകുട്ടികളാണ്. മൂത്ത ആൾ എലീന, രണ്ടാമത്തെ ആൾ മറീന. ആദ്യമായിട്ട് എന്നോട് പറഞ്ഞ കാര്യം അങ്ങനെ ഒത്തിരി ഓർമ്മകളുണ്ട്. ബെന്നി ഉണ്ടാക്കുന്നു. ബെന്നി കാനഡയിലും ഇപ്പോഴും കാനഡയിലാണ്. സുരേന്ദ്രനെ ബെന്നി, ചന്ദ്രൻ, ഞങ്ങളെ 5 പേര്. ഏതാണ് അച്ഛൻ? വേറെ അല്ലേ? അച്ഛനല്ലല്ലോ. അപ്പൊ ഈ ഞങ്ങളെ 5-6 പേര് ഗേൾസിന്റെ സ്കൂളിൽ അല്ല ക്ലാസ്സിൽ കണ്ടിട്ട്. അപ്പൊ എന്നിട്ട് ഇതിന്റെ അപ്പുറത്തെ ബിൽഡിംഗ് പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞങ്ങള് മിക്കവാറും പെണ്ണുങ്ങളുള്ളതുകൊണ്ട് ക്ലാസ്സിൽ ഇരിക്കാനൊക്കെ വളരെ ഒരു വിഷമമാണ്. ക്ലാസ്സുള്ളപ്പോൾ പോവും, അല്ലാത്തപ്പം അപ്പുറം പോവും. എൻ്റെ അപ്പുറത്തെ മുറിയിലൊക്കെ ഇങ്ങനെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ആ സമയത്ത് ഇങ്ങനെ ഈ പണി നടക്കുന്നിടത്ത് ഇങ്ങനെ ഒരു കയറുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ പറഞ്ഞത് നാടകം അഭിനയിക്കുന്നതായിട്ടാണ് അന്ന് ചെയ്തത്. തൂങ്ങി വയ്ക്കുന്ന സീന പോലെ ഞങ്ങൾ ചെയ്ത സമയത്ത് ഈ ബെന്നി ഞങ്ങൾ ആണുങ്ങളെല്ലാം സുധാകരൻ എന്നിട്ട് ഈ ഇങ്ങനെ ചെയ്തോണ്ട് നിർത്തി ഈ കസേര തട്ടിയതല്ല, ചെരിഞ്ഞു പോയിട്ട് ഈ കയറിൻ്റെ ഈ പാട് കുറച്ച് ഇതായിട്ടുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അത് ഭയങ്കര അപകടമായിരുന്ന ഒരു സംഭവമായിരുന്നു. അന്ന് പിള്ളകളിയിലൊന്നും ഓർത്തിട്ടില്ല. അതായിരുന്നു ശരിക്കും സംഭവിച്ചത്.
കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഈ DCLന്റെ ക്യാമ്പിലൊക്കെ പറഞ്ഞു വിടുമായിരുന്നു. അപ്പം കൊടുവേലിയിൽ നിന്ന് പോൾ വർഗീസ് മുനിയേലി അച്ഛൻ ഞാൻ ഓർക്കുന്നുണ്ട്. പോൾ വർഗീസ് മുനിയേലി എന്ന് പറഞ്ഞ CMIയുടെ ഒരു അച്ഛനുണ്ടാവും, മരിച്ചുപോയി. അപ്പം അച്ഛൻ്റെ ക്യാമ്പുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ എങ്ങനെ ഒരു പ്രസംഗകനാകാം അല്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല പ്രസംഗകനാകാനുള്ള വഴികൾ എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ്റെ ഒരു ക്ലാസ്സുകളും കോച്ചിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സിസ്റ്റർ ഗ്രേസി ഞങ്ങളെ അത് രണ്ടുമൂന്ന് മഞ്ഞളാങ്കിലെ ജോഷി അങ്ങനെ ഞങ്ങളെ ടീച്ചർ ഇങ്ങനെ പുഷ് ചെയ്ത് വിടുന്നത്. അങ്ങനെയാണ് അതിനുള്ള ഒരു ബേസിക് ട്രെയിനിങ് കിട്ടിയത്. ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും കുറേ പ്രസംഗം പറയുമായിരുന്നു. ഹ്യൂമൻ കോളേജിൽ ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെ പല സമ്മാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. പല മിഷലീൻ്റെ ഒക്കെ പ്രസംഗ മത്സരത്തിന് ഞാൻ കോളേജിൽ കഴിഞ്ഞ സമയത്താണ് 1-2 വർഷം മാർക്കറ്റാങ്ങാട്ട് പോയിട്ടുണ്ട്, ജഡ്ജായിട്ടൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇങ്ങനെ വേറെ വഴിയിലേക്ക് മാറി. അപ്പം അങ്ങനെ ഇപ്പം ഞാൻ ചെയ്യുന്ന ജോലി ഞാൻ സൂറിച്ചിൽ സ്കൂൾ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു തെറാപ്പിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നത്. അതായത് ഞങ്ങൾ ഈ നോർമൽ സ്കൂളിങ്ങിൽ പറ്റാത്ത കുട്ടികളെ ഞങ്ങൾ ഒരു സെൻറ്ററിൽ ട്രെയിൻ ചെയ്ത് 2 വർഷത്തെ പ്രോഗ്രാം, 2 വർഷത്തേക്ക് ഞങ്ങളുടെ അടുത്തേക്ക് റെഫർ ചെയ്യും. ഞങ്ങൾ കുട്ടികളെ ട്രെയിൻ ചെയ്ത് നോർമൽ സ്കൂളിങ്ങിലേക്ക് വിടാൻ ചെയ്യുന്ന ഒരു സെൻറ്ററിലാണ് ജോലിയാണ്. പിന്നെ ഒരു പ്രശ്നം, ഏകദേശം 10-25 വർഷമായിട്ട് ജർമ്മനാണ് സംസാരിക്കുന്നത്. ജർമ്മനാണ്. അതുകൊണ്ട് മലയാളവും ഇംഗ്ലീഷും കുറെ ഇടയ്ക്കൊക്കെ ഇത്തിരി പറഞ്ഞു വരുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാവും. സുഖമായിട്ട് പോകുന്നു. പിന്നെ നമ്മുടെ ഇടവേള സമയത്തുണ്ടായിരുന്ന നമ്മുടെ സ്കൂളിലെ പഴയ ചലച്ചിത്രഗാനങ്ങളും എല്ലാം ഇപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാം കാണാൻ സാധിച്ച് ഇനി കാണാൻ സാധിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിൻ്റെ സംഘാടകർക്കെല്ലാം കഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഞാനിപ്പോൾ താമസിക്കുന്നത് എറണാകുളത്ത് കാക്കനാടാണ്. എല്ലാവരും റിട്ടയറായി വരുന്ന സമയത്ത് ഞാൻ ജോലിയിൽ പ്രവേശിച്ചു പുതിയതായിട്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ എൻ്റെ പോക്ക്. ഞാൻ KSFയിൽ ചിട്ടികളുടെ ഏജൻസി എടുത്തിട്ട് വർക്ക് ചെയ്യുന്നു. കോവിഡ് കാലം വരെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തി. കോവിഡ് അത് പകുതി കൊണ്ടുപോയി. അതുകൊണ്ട് ഭാര്യയെ ഞാൻ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, ഭാര്യയുടെ കുറച്ച് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുതിയ വർക്കിലേക്ക് മാറുകയും ചെയ്തിരിക്കുന്നു. എനിക്ക് DTPയുടെ വർക്കായിരുന്നു. നമ്മുടെ ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ചെയ്തു കൊടുത്തിട്ടിരുന്നത് ഞാനാണ്. അത് കോവിഡ് വന്നപ്പോൾ അവർ കമ്പനിക്കാർ സ്കൂളുകാരും അത് ഓൺലൈനിലേക്ക് ആക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വർക്ക് പോയി. 4-5 സ്റ്റാഫിനെ വെച്ച് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഇടപ്പള്ളിയിൽ. അതുകൊണ്ട് അത് നിർത്തിയിട്ടാണ് ഇപ്പോൾ പുതിയ ജോലിയിലേക്ക് വന്നു. എനിക്കൊരു മോൻ മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും. കാരണം ഞാൻ എറണാകുളത്ത് കാർ ഓടിച്ച് പോകുന്നു. വഴിയിൽ നിന്ന് എല്ലാവരും കൂട്ടിങ്ങ് പോകുന്നു. ഇനി 2 വർഷം കഴിയും. അത് 2026 ആകുമ്പോഴേക്കും വണ്ടിക്ക് ഡ്രൈവർ വെക്കേണ്ടി വരും. സത്യം അല്ല, അത് നമുക്ക് നമ്മുടെ അവസ്ഥ നമുക്കറിയാം. അതുകൊണ്ട് പറയുന്നത് തനിച്ച് വണ്ടി ഓടിച്ച് പോരാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. വീണ്ടും വരുമ്പോൾ 2026 കഴിഞ്ഞാൽ പിന്നെ 28-ലാണ്. അപ്പോൾ ഒട്ടും വരാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യമില്ലല്ലോ. പിള്ളേർ മോൻ പറഞ്ഞിരിക്കുന്നത് ചെറിയ വീട് പണിതാൽ മതി, വലിയ വീട് പണിയണ്ട. അതുകൊണ്ട് ഞാൻ ചെറിയ 2 ബെഡ്റൂമായിട്ട് ചെറിയ വീട് പണിതിരിക്കുന്നത്. 3 സെൻറ്റേ ഉള്ളല്ലോ. അവനേതായാലും ഇവിടെ ഒന്നും താമസിക്കണില്ല എന്ന് പറഞ്ഞു. അത് നമ്മുടെ ഒരു കൂട്ടായ്മയുടെ മഹത്തായ ഒരു വിജയം, ഒരു കൂട്ടായ്മയുടെ ദൃഷ്ടാന്തം, നല്ലൊരു ദൃഷ്ടാന്തമാണത്. നമ്മളത് തുടർന്ന് ഇപ്പം തന്നെ ബാബുവാണ് നമുക്ക് ശരിക്കും പറഞ്ഞൊരു നമ്മൾ തുടങ്ങാൻ നമ്മുടെ സംഗതി ഫണ്ട് വരും. എന്നാലും ഏതെല്ലാം എസ്റ്റിമേറ്റ് എടുത്താൽ ഇപ്പോൾ ഒരു 80 രൂപ 85 രൂപ മിനിമം വരുമെന്നൊരു കണക്കുണ്ട്. നമുക്ക് അത്രയും പൈസ ഒന്നിച്ചുണ്ടാക്കാൻ പറ്റുമോ? എന്നാലും ഒരു 50 രൂപയെങ്കിലും കയ്യിൽ വരാതെ തുടങ്ങാനും പറ്റില്ലായിരുന്നു. പക്ഷേ എന്താണെങ്കിലും വിനോദത്തിന് അന്ന് ആദ്യമേ തന്നെ 10,001 രൂപ വിനോദത്തിനാണ് കൈനീട്ടം തന്നത്. അത് നല്ലൊരു ബിഗിനിങ് ആയിരുന്നു. അതുപോലെ ബാക്കി എല്ലാവരും തന്നു. അതുപോലെ നമ്മുടെ വിൽസൺ 15, പിന്നെ അങ്ങനെ കുറേ നമുക്ക് 15 തന്നവരുണ്ട്. വിദേശത്തുള്ളവർ എല്ലാവരും സഹകരിച്ചിട്ടോ. ഇവിടെ ഇതിൽ വരാത്തവരാണെങ്കിലും ഒത്തിരി പേര് പൈസ മൂലം സഹായിച്ചു. അതേപോലെ വലങ്കൈയായിട്ട് പ്രവർത്തിച്ചത് ഷാജുവാണ്.
എല്ലാത്തിനും ഓടാനും ഇങ്ങോട്ടും ഒക്കെ ഷാജി ഒത്തിരി സപ്പോർട്ട് തന്നു അതിന്. അതേപോലെ പരമാവധി അവർക്ക് ചായ കൊടുക്കാനും എല്ലാം പരമാവധി കൃത്യമായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കി. അതെന്നാളൊരു വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് നമ്മുടെ കൂട്ടായ്മയിലേക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വിജയം തന്നെയായിരുന്നു അത്. ഇന്ന് എത്തിച്ചേർന്ന കുറേ പേരെ വിളിച്ചിരുന്നു. കുറേ പനിയുടെ സീസണൊക്കെയാണ്. ഒരു 3-4 പേര് കാര്യം പറഞ്ഞാൽ 58 പേര് തന്നു. ഒരു 3-4 പേര് വിളിച്ച് പറഞ്ഞു വരില്ല, ഒരാൾ പല്ല് വെച്ചിട്ട് പല്ലുവേദനയാണെന്ന് പറഞ്ഞു. അതേപോലെ അത് സാരമില്ല, നമുക്ക് ഇച്ചിരി സംസാരിച്ചിട്ട് കുറച്ചാൽ മതി, നിങ്ങൾ വാങ്ങുണ്ട്. പക്ഷേ വന്നില്ല. നമ്മുടെ ഗ്രൂപ്പിലോട്ട് നന്നായിട്ട് വരാൻ വേണ്ടി പല്ല് വെച്ചത് അത് നമുക്ക് വാരിയായി. അതൊന്നും ഇപ്രാവശ്യം വെച്ചത് ഗ്രൂപ്പിലോട്ട് വന്നതിന് മുമ്പ് പല്ല് വെക്കാൻ വേണ്ടി വെച്ചതാണ്. അത് കാരണം പല്ല് വെക്കാൻ ഭയങ്കര വേദന, സംസാരിക്കാനൊന്നും പാടില്ല എന്ന് പറഞ്ഞു. അപ്പം ഇന്ന് ഈ ഗ്രൂപ്പിലെ സംഘാടകർക്കും എത്തിച്ചേർന്ന എല്ലാവർക്കും ആശംസകൾ അർപ്പിക്കുന്നു. വീട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് നമ്പർ മേടിച്ചു. എന്നാലും നമ്മുടെ കൂടെയുള്ള 2-3 പേരെ പറ്റി യാതൊരു വിവരവുമില്ല. അതായത് അനന്തകൃഷ്ണ പ്രസാദ്, ഓർക്കുന്നുണ്ടോ? പ്രസാദിനെ പറ്റി ഒരു വിവരവുമില്ല. അവൻ്റെ നമ്പർ അവൻ്റെ പെങ്ങളോട് ചോദിച്ചു, മണ്ടാകത്തുള്ള തരില്ല എന്ന് പറഞ്ഞു. തരില്ല എന്നല്ല, നമ്പർ എനിക്കറിയില്ല, നമ്പർ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ നമ്പറിനകത്തത് ഷാൻജി എന്ന് പറഞ്ഞൊരു പെങ്ങളുണ്ട്, നമ്പർ കിട്ടിയിട്ടില്ല. അത് നമ്മുടെ ഇപ്പോൾ പുതിയ പള്ളി ഇരിക്കുന്നവിടെ ഒരു ഹോസ്പിറ്റലുണ്ടായിരുന്നു, അവിടെ ഒരു ജോലി ചെയ്ത ഡോക്ടറുടെ മകള്. പിന്നെ ഒരാൾ ജോർജ് KV കതിരംകുന്നേൽ, നാട് വിട്ടു പോയി എന്നാണ്, ഇവിടെ ഇല്ല. കതിരംകുന്നേൽ മരുതമ്പാറ ഭാഗത്തുള്ള അങ്ങനെ അവിടെ പറയണം. അങ്ങനെ 3 പേരെ പറ്റി യാതൊരു വിവരവുമില്ല, അവരുടെ നമ്പറും കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാവരും അറിയാം. പിന്നെ നിങ്ങളുടെ ഫോട്ടോ അന്ന് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളുടെ വീട് പഴയ വീടാണ്, ഞാൻ ഫ്രെയിം ചെയ്ത് വെച്ചു വീട്ടിൽ. കുറേ വർഷം കഴിഞ്ഞപ്പോഴേച്ച് ചതില് കയറി, ബെഞ്ചതിൽ കയറി കുറച്ച് ഭാഗം മാഞ്ഞു. ഒരു ദിവസം ഞാൻ കലിയന്താനിപ്പള്ളി ചെന്നപ്പോൾ സിബിയാച്ചനാണ്, എടാ നമ്മുടെ ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട്, അത് ക്ലിയറായിട്ട് അത് എൻ്റെ ഒരു CD എടുത്ത് തരാമെന്ന് ചോദിച്ചു. അച്ഛൻ എനിക്കൊരു CD തന്നു. ആ CD ഉപയോഗിച്ച് പിന്നെ ഞാൻ ഫോട്ടോ എടുത്ത് എല്ലാവരും ഒന്നോടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റി. പിന്നെയാണ് എന്നെ വീട്ടിലാണ്. പിന്നെ ഞാൻ എപ്പോഴും നെയ്ശ്ശേരി തന്നെ ഉണ്ട്, എന്നാൽ എല്ലാവരെയും അറിയാം. അടവപ്പള്ളി വരുമ്പോഴാണെങ്കിലും ഇവിടുത്തെ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളൊക്കെ അവധിക്ക് വരുമ്പോൾ പള്ളിയിൽ വരും. അപ്പം ഞാൻ ചെന്ന് വർത്താനം പറയും. അങ്ങനെയൊക്കെ അവർ എന്നെ എല്ലാവരും ഓർക്കുന്നുണ്ട്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇൻട്രോവേർട്ടായിരുന്നു, ആരോടും വേണ്ടില്ല, അത്ര പ്രകൃതക്കാരനായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് സെമിനാരി പോയി SC ആയി ഒരു 3-4 വർഷം പഠിച്ചു. സെമിനാരി ജീവിതം എൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാട്ടമാണ്. എന്നുവെച്ചാൽ അച്ഛന്മാരുടെ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട. ഞാൻ വിൻസെൻഷൻ കോൺഗ്രിഗേഷനിലാണ് പഠിച്ചത്. അച്ഛന്മാർ സ്കൂളിലെ പോലെ കോളേജിലെ പോലെ അന്തരീക്ഷമല്ല, നന്നായിട്ട് നല്ല ഫോർമേഷൻ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അപ്പോൾ കിട്ടിക്കഴിഞ്ഞ് പിന്നെ അവിടെ വന്ന് അങ്ങനെ 2-3 വർഷം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കല്യാണം കഴിഞ്ഞു. അങ്ങനെ കുടുംബജീവിതത്തിലേക്ക് വന്നു. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇങ്ങനെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇങ്ങനെ വർത്തമാനം പറയാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. മുട്ട് തമ്മിൽ കൂട്ടിയിടിക്കുമായിരുന്നു, പ്രത്യേകിച്ച് പെൺപിള്ളേരെ കാണുമ്പോൾ. പെങ്ങന്മാരില്ല, അങ്ങനെ വളർന്നൊരു അന്തരീക്ഷത്തിലാണ്. ഞങ്ങൾ 2 ആണുങ്ങളായിരുന്നു, അനിയൻ മരിച്ചുപോയി. അങ്ങനെ ഒരു പ്രത്യേക അന്തരീക്ഷത്തിൽ വളർന്ന കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായി. അങ്ങനെ പഠിക്കാനൊക്കെ പോയി, കൂടുതൽ ബന്ധങ്ങളും ആൾക്കാരും. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറൊരു ജീവിതത്തിലേക്കല്ലേ. അപ്പം അങ്ങനെ സന്തോഷകരമായിട്ട് പോകുന്നു. ഒത്തിരി സോഷ്യൽ കോണ്ടാക്റ്റ് സ്ഥാപിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഇനിയും കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വരാതിരിക്കരുത്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങൾ എല്ലാവരും കാണുന്നവരെ. ടിക്കറ്റ് നടന്നിരുന്ന അപൂർവം വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ഞാൻ. മറ്റൊരു രാജനായിരുന്നു. ഞങ്ങളൊക്കെ സോഷ്യൽ അറിയപ്പോഴേക്കാണ് മുന്നേ കൊടുത്തു തുടങ്ങിയത്. അതിന് മുമ്പ് വരെ ടിക്കറ്റ് കൊണ്ട് നടന്നിരുന്ന ആളുകളാണ്. ബെന്നിയും ഞാനും ഒക്കെ ഒന്നിച്ചാണ് CMI സഭയുടെ വൊക്കേഷനിൽ പങ്കെടുത്തതും. അദ്ദേഹം ഗുജറാത്തിന് പോയി, ഞാൻ നേരെ UP-ലേക്ക് പോയി. അങ്ങനെ 3 വർഷം സെമിനാരി ജീവിതം. അതിനുശേഷം നാട്ടിൽ വന്നു, ന്യൂമാനിലാണ് ഡിഗ്രി ചെയ്തത്. പിന്നീട് സുൽത്താൻ ബത്തേരിയിൽ കുറേ വർഷം ജോലി ചെയ്തു. ആ സമയത്താണ് ഗവൺമെൻറ് സർവീസിൽ പ്രവേശനം ലഭിക്കുന്നത്. ഒരു സർവീസിൽ നിൽക്കുമ്പോൾ തന്നെ ഇവിടെ നാട്ടിൽ വേറൊരു ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടിയപ്പോൾ നാട്ടിൽ നിൽക്കാമല്ലോ എന്നുള്ള ആഗ്രഹത്തോടു കൂടി അതിൽ നിന്നും ഇങ്ങോട്ട് ചാടി. അതെനിക്ക് വലിയ എന്താ പറയുക, സർവീസിൽ വലിയ നഷ്ടം സംഭവിച്ചു. വലിയ നഷ്ടത്തിലാണ് എൻ്റെ സർവീസ് ജീവിതം അവസാനിച്ചത്.
എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു ജില്ലാ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തിരുന്ന ഞാൻ കേവലം 1 മാസം മാത്രം ഗസറ്റ് റാങ്കിൽ നിന്നുകൊണ്ട് ഇറങ്ങിപ്പോണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്ത് തന്നെയായാലും പക്ഷെ അതിനൊന്നും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ജീവിതത്തിൻ്റെ വഴിത്തിരിവുകൾ അങ്ങനെയായിരിക്കും. അത് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമൊന്നും. ഇന്ന് കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ കാളിയാറിലാണ് താമസിക്കുന്നത്. വല്ലപ്പോഴുമൊക്കെ സിബിച്ചിനെ കാണാറുണ്ട്. നെയ്ശ്ശേരിയുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നും ഇല്ലായിരുന്നു. ആകപ്പാടെ നെയ്ശ്ശേരി എൻ്റെ വീട്ടിൽ വരും, എന്നാൽ അപ്പുറത്തേക്ക് ഇങ്ങോട്ടൊന്നും വരാറോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. വളരെ ഔചാരിതമായിട്ടാണ് സണ്ണി ഒരു ദിവസം എന്നെ വിളിക്കുന്നത്. അപ്പോൾ സണ്ണി പറഞ്ഞു, നീ കൂട്ടായ്മയിലൊന്നും ഇല്ലേ, നമ്മളിങ്ങനെ ഗ്രൂപ്പൊക്കെ രൂപീകരിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെയാണ് എൻ്റെ ഈ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തത് കഴിഞ്ഞ വർഷം. നമ്മളൊരു ഗെറ്റ് ടുഗദറൊക്കെ വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്ത് തന്നെയായാലും അതിനുശേഷം എന്നാലാവുന്ന രീതിയിൽ ഞാൻ സജീവമായിട്ട് ഈ ഗ്രൂപ്പിൽ നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ എൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത് എനിക്ക് ഈ ആളുകളുടെ ഒന്നും മുഖം ഓർമ്മ തരുന്നില്ല. വലിയ പ്രശ്നമാണ്. പലപ്പോഴും ആളുകൾ വന്ന് എൻ്റെ കൈ പിടിച്ചിട്ട് എന്നെ വിഷയത്തൊക്കെ ചോദിച്ചിട്ട് വർത്തമാനം പറയുമ്പോൾ എനിക്ക് ആളെ മനസ്സിലാവുന്നില്ല. പിന്നെ ഞാനങ്ങ് ഒപ്പിച്ച് വർത്തമാനം പറയും. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം എബ്രാഹത്തെ ഇവിടെ വെച്ച് കണ്ടത്. നമ്മൾ സ്മിത ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടു. എബ്രാഹിം വലിയ കാര്യമായിട്ട് വന്ന് എന്നോട് വർത്തമാനം പറഞ്ഞ് ഞാൻ അന്തം വിട്ട് എബ്രാഹത്തിനെ തന്നെ നോക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, നമ്മൾ കഴിഞ്ഞ വർഷം ഒന്നിച്ച് അവിടെ ഉണ്ടായിരുന്നത് ഞാൻ എബ്രാഹിം ആണെന്ന് പറയുമ്പോഴാണ് ഇതായിരുന്നല്ലോ ആളെന്നുള്ള ഓർമ്മ എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് ആളുകളുടെ ഒന്നും മുഖം അത്ര പെട്ടെന്ന് എൻ്റെ മെമ്മറിയിൽ നിൽക്കത്തില്ല. അത് പണ്ട് പലരുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ആളുകൾ വിചാരിക്കും ഭയങ്കര ഹെഡ് വെയിറ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകുന്നത്. എനിക്ക് പെട്ടെന്നൊന്നും ആൾക്കാർ ഓർമ്മ കിട്ടുന്നത്. അത് വലിയ പ്രശ്നമായിട്ട് നിൽക്കുന്നതാണ്. ഭാര്യ ഒരു സഹകരണ ബാങ്കിൽ ജോലി ചെയ്യുന്നു. 2 മക്കൾ. മോൻ ബിടെക് കഴിഞ്ഞ് ഇപ്പോൾ UK-ലാണ്. മോള് ബിടെക് കഴിഞ്ഞ് മടക്കത്താനത്ത് മറാക്ക എന്ന് പറഞ്ഞ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഡിസ്കഷനോടുകൂടി ആരംഭിച്ച യോഗത്തിൽ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥിനി ശ്രീമതി മേരി ജോസഫ് ആലിലക്കുഴിയിൽ പ്രാർത്ഥനാ ഗാനം ആലപിച്ചു. പിന്നീട് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ സുഹൃത്തുക്കൾക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. പൂർവ്വ വിദ്യാർത്ഥിയായ ശ്രീ പീറ്റർ MP മൂത്രഞ്ചിക്കലിന്റെ സ്വാഗത പ്രസംഗത്തിന് ശേഷം ബഹുമാനപ്പെട്ട അധ്യാപകരായ മോഹന P. മാത്യു, മേരി KP, വത്സമ്മ ജോർജ്, സിസ്റ്റർ ഗ്രേസി, മാത്യു ബോയി, മത്തായി TP, വർക്കി AT, RC ജോസഫ്, സ്കൂൾ ഹെഡ് മാസ്റ്റർ ടോമി ജോസഫ്, റോസമ്മ PV, വക്കച്ചൻ CC എന്നിവർ സംസാരിച്ചു. നമ്മുടെ ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികളായ വൈദ്യർ ഫാദർ ജേക്കബ് കാപ്പള്ളി, ഫാദർ ജോസ് തടത്തിൽ CST, ശ്രീ സാബു മാത്യു എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. നമ്മുടെ പള്ളിയിലെ ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ അധ്യക്ഷസ്ഥാനം വഹിച്ചു. അച്ഛൻ നല്ലൊരു പ്രസംഗം പറഞ്ഞു. പിന്നീട് അംഗങ്ങളുടെ സ്വയം പരിചയപ്പെടുത്തലായിരുന്നു. ഉച്ചഭക്ഷണത്തിന് ശേഷം സഹപാഠികൾ ഓരോരുത്തരും അവരവരുടെ സ്കൂൾ ജീവിതത്തിലെ നല്ല നല്ല ഓർമ്മകൾ പങ്കുവച്ചു. അതിനുശേഷം കമ്മിറ്റിയുടെ ഭാവി പ്രവർത്തനങ്ങളെ പറ്റി അംഗങ്ങൾ എല്ലാവരും കൂട്ടായി ആലോചിച്ചു. അതിനുശേഷം സണ്ണി ജോൺസൺ നന്ദി പ്രകാശനം നടത്തി. 10 പേരും ഈ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ആദ്യ കൂട്ടായ്മ കൂടുന്നതിന് മുൻപായി 4 കമ്മിറ്റി യോഗം കൂടി. 2 കമ്മിറ്റി ഷാജി ജെയിംസിന്റെ വീട്ടിലും 2 കമ്മിറ്റി വിനോദൻ എമ്മാനുവലിന്റെ വീട്ടിലും ഒരുമിച്ച് കൂടി. നമ്മുടെ കൂട്ടായ്മയിലെ കമ്മിറ്റി അംഗങ്ങളുടെ പേരുകൾ വായിക്കും. വന്നു കയറിയപ്പോൾ ഒന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്ന് പരിചയപ്പെടുത്തുകയാണ്. എൻ്റെ പേര് പീറ്റർ MP. 1ാം ക്ലാസ് മുതൽ ഏതാണ്ട് 6ാം ക്ലാസ് വരെ D ക്ലാസ്സിലും പിന്നീട് A ക്ലാസ്സിലുമൊക്കെ പഠിച്ച് 10ാം ക്ലാസ്സിൽ സായി ഇവിടുന്ന് പോയ ഒരു വ്യക്തിയാണ്. ഒരുമിച്ച് കൂടി വീണ്ടും ആ സന്തോഷത്തിൽ പങ്കാളികളാകുവാനും ഈ നിമിഷങ്ങളെ പങ്കുവയ്ക്കുവാനുമായി കൂടിയ എല്ലാവർക്കും ഇത് സംഘടിപ്പിച്ച ഞാനുൾപ്പെടെ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട ബഹുമാനപ്പെട്ട സണ്ണി ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകൾക്കും നന്ദിയും ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിനും ഈ പരിപാടിക്ക് പ്രത്യേക ആശംസകൾ നേർന്നുകൊണ്ട് ഇനിയും ഇതിലുള്ള അവസരങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. ഇന്നുകൊണ്ടോ നാളെ കൊണ്ടോ ഇത് നിന്നു പോകാതെ വരും വർഷങ്ങളിൽ ഓരോ വർഷവും ചെല്ലുന്തോറും നമ്മൾക്ക് ഓരോ ദിവസവും ഓരോ വർഷത്തിൻ്റെ ഓരോ വയസ്സ് കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വയസ്സായ സാഹചര്യത്തിൽ നമ്മൾക്ക് മക്കളുടെ മക്കളും ഒക്കെ ആയി തീർന്നിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് പരസ്പരം പങ്കുവയ്ക്കുവാനും പരസ്പരം പഴയ കാര്യങ്ങളെക്കുറിച്ച് ഒരു നിമിഷം ആലോചിച്ചുകൊണ്ടൊരു സന്തോഷ നിമിഷങ്ങൾ ഉണ്ടാക്കുവാനും ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളാണ്. അതാരും വിനിയോഗിക്കാതിരിക്കരുത്. ഇനിയുള്ള നമ്മുടെ സമയങ്ങളിലും ഇതിനെല്ലാവരും വരുവാൻ തയ്യാറാകണം. എങ്കിലേ അതിനൊരു പ്രോത്സാഹനം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.
അത് ഇംഗ്ലീഷ് പറഞ്ഞില്ലേ? ഇംഗ്ലീഷ് പറഞ്ഞില്ലേ? വിശുദ്ധ സെൻസബ ആ
സമ്മതിച്ചു. പുറകോട്ട് വരാൻ പറ്റോ? അതെ, അങ്ങനെ നടക്കും. രണ്ടാമത്തെ ചാൻസ് ഒന്നാമതുണ്ടോ? രണ്ട് ഒരാളാരാ പുള്ളിക്കൻ ആ രണ്ടുപേര് രണ്ടുപേരും ഒന്നര പീറ്റർ അഞ്ചാമത്തെയാടാ ഒരുപാട് ആറ് 7 8 9 10 ഞാൻ പറഞ്ഞില്ലേ വേണം രണ്ട് മൂന്നാ തീർന്നല്ലേ കേട്ടാ കൈ പൊളിക്കരുത് 5 6 എന്നാലും വാശിയോടെ മത്സരിക്കുന്നുണ്ട് കേട്ടോ എല്ലാം 1 2 3 4 5 5 6 7 8 9 10 ഓ 1 2 3 4 കഷ്ടം പൊളിക്കുന്നത് 5 ഷർട്ടിലെത്തൂട്ടോ ഷർട്ട് വരെ കെട്ടിയാൽ വിഷമമില്ലാത്ത രീതിയിലാണ് ബാബുവിന്റെ പ്രകടനം. അതെ, അച്ഛനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഭിന്നരാകാൻ തുടങ്ങിയാണ്. 3 6 9 12 14 1 2 3 4 5 6 7 8 9 10 10 10
ഒന്ന്, രണ്ട്, മൂന്ന്, നാല്, അഞ്ച്, ആറ്, 7, 8, 9, 10 നിൽക്കും. ഒരു സുന്ദരിയാണ്. ഓടിയോ പറഞ്ഞതുകൊണ്ട് നമ്മളെല്ലാം വെട്ടിച്ചുരുക്കുകയാണ്. ആക്ച്വലി സമാപന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ച് CBHന് ആദ്യമായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. കൂടാതെ നമ്മുടെ ഇന്നത്തെ പരിപാടികളിൽ ആസൂത്രണം എല്ലാം തയ്യാറാക്കുന്നതിന് ഏറ്റവും മുന്നിൽ നിന്ന നമ്മുടെ ബഹുമാനപ്പെട്ട സണ്ണി, ഷാജു ഫ്രാൻസിസ്, ഷാജു ജെയിംസ്, അങ്ങനെ എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനി അടുത്ത വർഷം ഇതിലും ഉഷാറായിട്ട് നല്ല രീതിയിൽ എല്ലാവരെയും ഒന്നും കൂടി നമുക്ക് സംഘടിപ്പിച്ച് ഉഷാറാക്കി ഇതിലേക്ക് കൊണ്ടുവരുന്നതിന് നമുക്ക് ശ്രമിക്കാം. അതിനെല്ലാവരും ശ്രമിക്കുക, കമ്മിറ്റിക്കാർ പ്രത്യേകിച്ച്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഡേറ്റ് ചിലപ്പം ആൾക്കാർക്ക് വരാനുള്ള ബുദ്ധിമുട്ട് ഈ ജനുവരി മാസം ആയതുകൊണ്ട് ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അത് നമുക്ക് പിന്നീടൊന്ന് ആലോചിക്കേണ്ടതുണ്ട്.